എന്നാ ഏട്ടാ സുഖല്ലേ? ഓ പിന്നെ സുഖം. ഒന്ന് കിളച്ചു നോക്കൂ, അപ്പൊ അറിയാം അതിന്റെ സുഖം. ഓ എന്തെങ്കിലും ഒന്ന് ചോദിക്കണോന്നോർത്ത് ചോദിക്കുക, സുഖമല്ലേന്ന്. മഴ പെയ്യാനുള്ളൊരു ചാല് കാണുന്നുണ്ടല്ലോ. ആ ഒരു കാര്യം ചെയ്യും, മഴ പെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാരും പോയി ഭക്ഷണം കഴിച്ചോ. ആ ശരി നിർത്ത്, കഴിച്ചിട്ട് വാ. അല്ല ചേട്ടൻ പോയി. നിങ്ങൾക്കറിയരുതോ, എനിക്കുള്ളത് അവൾ ഇവിടെ കൊണ്ടുവരും. പോയിട്ട് വാ. അയ്യോ നീ നനഞ്ഞല്ലോ. എന്നതാടി ഇന്ന് കറി? മീനുണ്ട്. ആണോ? തോരനുണ്ട്, സാമ്പാറുണ്ട്. എന്നാ തുറക്കടി. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പെഷ്യലും ഉണ്ട്. എന്നാ പിന്നെ അത് ആദ്യം എടുക്ക്. ചക്കപ്പഴം. മധുരം. ഇനി നിനക്ക് കുരു. അതറിയാതെ ഇതിനകത്തൊരെണ്ണം കിടന്നു പോയതാ. ഓ അറിയാതെ. ഈ ചാറ്റൽ മഴയത്ത് ദേ ഈ ചെളിപ്പറമ്പില് മോഹനൻ ചേട്ടൻ എറിഞ്ഞ ചക്കക്കുരുവിന് ഈ കഥയിൽ എന്താണ് സ്ഥാനമെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഈ ചക്കക്കുരുവിലാണ് ഇതിന്റെ കഥ. ദേ കണ്ടോ, കഥയുടെ വിത്ത് മുളച്ചു തുടങ്ങി. അവനെത്തിയില്ലേ? ഇല്ല സാർ, ഇതുവരെ എത്തിയില്ല. ആ ജെറി, എടാ നീ എവിടെ എത്തി? എടാ ഞാനിവിടെ ബ്ലോക്കിൽ പെട്ട് കിടക്കണാണ്. എനിക്ക് കഷ്ടാലത്തിലാണെങ്കിൽ ഈ വഴി കൂടെ തന്നെ വരാൻ തോന്നി. എടാ ഇനി 4 മിനിറ്റേ ഉള്ളൂ ഷോ തുടങ്ങാൻ. ആ പ്രാന്തനാണ് ഇവിടെ കിടന്ന് ബഹളം വെക്കുക. അയ്യോ സാറിന് ഉദ്ദേശിച്ചല്ല. പക്ഷെ ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ച് തന്നെയാ. പ്രോഗ്രാം 1 മിനിറ്റ് വൈകാൻ നിന്ന് തന്നെ നിങ്ങളെ പിരിച്ചുവിടും. സാറ് പറഞ്ഞു കേട്ടായിരുന്നു. അങ്ങേരോടെ തമാശ പറയാതെ അവിടെ അടങ്ങിയിരിക്കാൻ പറയും. സാറിനോട് കോമഡി അടിക്കാതെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ദയവ് ചെയ്ത് പ്രോഗ്രാം തുടങ്ങും പ്ലീസ്. എടാ അതെ, പെട്ടെന്ന് പരിപാടി തുടങ്ങിയില്ലല്ലേ, സ്പോൺസർ സ്ഥലം ഉണ്ടാക്കുവേ. നീ ഓൺ എയർ സെറ്റ്. ഞാനിവിടെ OB പോവാ മൊബൈലില്. അവിടുന്നോ? ആ നീ വേഗം സെറ്റ്. ഗുഡ് മോർണിംഗ് കൊച്ചി. ഇതിപ്പോ ഹലോ FM ൽ ഹലോ നമസ്തേ ടൈം. സമയം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്ന് സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ബഡി ഇപ്പോൾ വലിയൊരു കുരുക്കിലാണ്. എന്ത് കുരുക്കാണെന്നല്ലേ, പലരും ഈ കുരുക്കിലൊക്കെ തന്നെ ആയിരിക്കും. ഹലോ ലിസണേഴ്സ്, ഞാനിപ്പോ കൊച്ചിയിലെ ഒരു ട്രാഫിക് ബ്ലോക്കിലാണ്. അതെ ചേട്ടാ, സിഗ്നലിലെ ഇപ്പോഴും റെഡ് ലൈറ്റ് ആണ്. പിന്നെ നിങ്ങൾ എന്തിനാ ഹോൺ അടിച്ച ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇത് എന്റെ കാറ്, എന്റെ അതിന് നിങ്ങൾക്ക് എന്താ? നാട്ടുകാരുടെ റോഡ്, നാട്ടുകാരുടെ ചെവി. മാധവ്, എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നൊന്ന് വിവരിച്ച് പറയാമോ? ഇവിടെ തെറ്റ് ചെയ്യുന്നവനല്ല, തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവനാണ് കുറ്റക്കാരൻ. നമ്മളൊക്കെ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു ചെറിയ. ഞാനും ചുമ്മാ രാവിലെ കുറെ ഹോൺ അടിച്ചു. കൊച്ചിയിലെ യാത്രക്കാർ അനുഭവിക്കുന്ന ട്രാഫിക് ദുരന്തത്തെ കുറിച്ച് ട്രാഫിക് പോലീസായ സാറിന് എന്താണ് സാർ പറയാനുള്ളത്? ഇവിടെ റോഡ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞെടുക്കാം. സിഗ്നലിൽ വീണാലും പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ മേയറിനെ കണക്ട് ചെയ്യാം. മാധവ്, ഞാൻ കണക്ട് ചെയ്യട്ടെ? ഓക്കെ. ഹലോ ഹലോ മാഡം, ഞാൻ RJ മാധവ്. നമസ്തേ. ഞാനിപ്പോ നിൽക്കുന്നത് കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രാഫിക് പോയിന്റിലാണ്. ഇവിടെ മോശം റോഡുകൾ കാരണം ഒരുപാട് ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാവും. ഇതിനൊരു പരിഹാരം ഉണ്ടാകുമോ? അടുത്ത ബഡ്ജറ്റിൽ സകല റോഡുകളുടെയും നവീകരണത്തിനായി ഒരു തുക വകയിരുത്തുന്നുണ്ട്. ഹലോ നമസ്തേ എന്ന നമ്മുടെ പരിപാടിയിലൂടെ ആയിരക്കണക്കിന് ലിസണേഴ്സ് ആണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. മാഡം പ്ലീസ് ഒരു ഡേറ്റ് പറയൂ. അടുത്ത മാസം 20-ന് മുൻപ് അതിനൊരു തീരുമാനമുണ്ടായിരിക്കും, ഉറപ്പ്.
വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ്. ബിഗ് താങ്ക്സ് ഫ്രം ഹലോ നമസ്തേ ടീം. വെറും 25 ദിവസം മാത്രമാണ് ഇനിയുള്ളത്. നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. കൊച്ചിയിലെ സ്കൂൾ കുട്ടികൾക്ക് അപകടം കൂടാതെ റോഡ് ക്രോസ് ചെയ്യാൻ അവസരം ഉണ്ടാക്കിയ പോലെ, കൊച്ചിയിലെ റോഡുകളിൽ നിന്ന് വേസ്റ്റ് നീക്കം ചെയ്യാൻ മുൻകൈയെടുത്ത പോലെ ഹലോ നമസ്തേക്ക് ഒരു ബന്ധുവൽ കൂടി. ഹലോ ലിസണേഴ്സ്, ദിസ് ഈസ് ഹലോ നമസ്തേ ഇംപാക്ട്. മാധവ്, അടിപൊളിയായിരുന്നു പ്രോഗ്രാം. താങ്ക്സ് ടോണി. ഓക്കെ. ഹായ്. ഹായ്. ആ അതെ അതെ, മാധവന്റെ ഐഡിയ ആയിരുന്നു അത്. കോൾസിന് ബഹളാടും എന്ത് പരിപാടിയായിരുന്നു. പുള്ളി ഉണ്ടാവത്ത് പുള്ളിയാത്തല് ഹാപ്പിയാണോ? പിന്നല്ല. സാർ 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 ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ. നമ്മൾ 6 മാസം കൊണ്ട് ബ്രേക്ക് ചെയ്യണം സാർ. അടുത്ത ഫെബ്രുവരിയിൽ സാറിന് പ്രോഫിറ്റ് കിട്ടിയിരിക്കും. ഇപ്പൊ തന്നെ ആമനക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ സെൻസേഷണൽ ആണ് സാർ. അതെ സാർ, ഹലോ FM ഇല്ലാതെ കൊച്ചിക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഞാൻ ഉണ്ടാക്കും. സാർ കണ്ടോ? ആ അയ്യോ, സൂചിപ്പിക്കലല്ല സാർ. സാർ ഇന്നത്തെ ഹലോ നമസ്തേ ലിങ്ക് ഞാൻ അയച്ചു തരാം. എന്റെ പിള്ളേർ ജെറി മാധവും കൊച്ചിയെ ഇളക്കി കളഞ്ഞില്ലേ സാർ. ലോകത്തുള്ള സകല FM ഇന്ന് അവർക്ക് വിളി വരുന്നുണ്ട്, അവർ പോകില്ല. എന്താ കാരണം? ഫ്യൂച്ചർ. ആ അവരുടെ ഫ്യൂച്ചർ ഹലോ FM ആണെന്ന് അവർക്കറിയാം. ഓക്കെ സാർ, ശരി സാർ. ട്രസ്റ്റ് മീ സാർ. ദുബായിൽ നിന്ന് ഇൻവെസ്റ്ററാ, നഷ്ടത്തിലാണെന്നുള്ള പതിവ് തെറി പറയാൻ വേണ്ടി വിളിച്ചതാ. ഞാനും പതിവ് മറുപടി പറഞ്ഞു. പക്ഷെ ഞങ്ങള് പതിപോലെ പറയുമല്ലേ, ശമ്പളം തന്നില്ലെങ്കിൽ ഞങ്ങൾ പോകും. പിന്നെ പറഞ്ഞില്ലെന്ന് പറയുന്നത്. പിന്നെ ഞാൻ വിട്ടാലല്ലേ നിങ്ങൾ പോകൂ. ഇന്ന് 5-ാം തീയതിയാണ്. സാറ് സാലറി എടുക്ക്. നീ എന്താ വിളിച്ചേ? സാറേന്നോ? ആരാണ് നിങ്ങളുടെ സാറ്? ഏട്ടനാണ് ഏട്ടൻ. ഇനി ഏട്ടാന്ന് വിളിച്ചാലേ നിനക്കൊക്കെ സാലറി ഉള്ളൂ. എന്തോ ഏട്ടാ, നിന്നെ വിളിച്ചില്ല. എനിക്ക് ആ സാലറി കഴിഞ്ഞ മാസത്തെ 1200 കൂടി തരാണ്ടിട്ടാ. ഒന്ന് പോയേ മക്കളെ. ഒരമ്മയുടെ വയറ്റിൽ പിറന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ എനിക്ക് സ്വന്തം സഹോദരങ്ങളെ പോലെ. അച്ഛനറിയോ കാര്യം? അബൂ വാങ്ങിച്ചു പാർട്ട് പേയ്മെന്റ്. ഈ മാസം പാർട്ട് പേയ്മെന്റ്. എന്ത് കഷ്ടം എന്റെ സാറ്. എടാ, ഈ 10-ാം തീയതി 10,000, അടുത്ത 20-ാം തീയതി 5,000, ബാക്കി 25-ാം തീയതി. എല്ലാ മാസം പോലെ. ഇതൊക്കെ കറക്റ്റാ. പക്ഷെ പ്രസന്റ് എന്നെ മുമ്പ് എന്നോടൊന്നും പറയണം കേട്ടാ. എന്നിട്ട് അറിയപ്പെടേണ്ടത്. അബു, ഞാൻ ഈ സ്ഥാപനത്തിന്റെ MD യാ, അല്ലാതെ തിന്നിട്ടല്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. സാറാണ് ഇപ്പൊ ഓർമ്മിപ്പിക്കണ ഓരോന്നും. നീ ഒന്ന് പോയാ ബു. ചായ വേണോ? ഒരു ചായ എടുത്തുണ്ടോ? എന്നിട്ടാ പഞ്ചസാര പിടിക്കാൻ പൈസ. ചായ വേണ്ട. ചെക്ക് താഴെ വീണു കണ്ട. ഒരു ശ്രദ്ധയില്ല. ഇത് പിടിക്കതാ. മേടിച്ചോ, വർക്കാവില്ലെന്നുള്ളൂ. ബൗൺസ് ആവും. ഓക്കെ. എനിക്കില്ലേ വേറെ നിങ്ങൾക്ക് മിണ്ടാണ്ട്. CMന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. പുള്ളി 26-ാം തീയതി എത്തും. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ അല്ല, അത് ഒന്ന് നീട്ടി വെച്ചാലോ? നീട്ടി വെക്കാനോ? CMന്റെ ഡേറ്റ് കണ്ടിട്ടല്ല, നമ്മൾ ആമനക്കുട്ടിയുടെ ഫണ്ട് റേസിംഗ് തുടങ്ങി വെച്ചത്. പുള്ളിയുടെയും കൂടി അവൈലബിലിറ്റി നോക്കണ്ടേ സാറേ? 4-5 വയസ്സുള്ള ഒരു കുട്ടി, അതിന്റെ ഹാർട്ട് സർജറി. ഈ പബ്ലിക് മുഴുവൻ നമ്മുടെ കൂടെ നിന്നതാ. മാത്രമല്ല ഹലോ നമസ്തേ ഏറ്റെടുക്കുന്ന 8ാമത്തെ മിഷനായത്. അതുമല്ല, ഞങ്ങളുടെ ക്രെഡിബിലിറ്റി കൂടി ഞങ്ങൾക്ക് നോക്കണ്ടേ. പിന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമായിട്ട് നമുക്ക് ഈ ക്യാമ്പയിൻ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എങ്ങ് വിട്ടേര്. അതെ. നിങ്ങളാണോ ബോസ് അല്ലെങ്കിൽ ഞാനാണോ ബോസ്? ബോസോ? അങ്ങനെ ഒരാളുണ്ടോ ഇവിടെ? ഇല്ലേട്ടാ, സങ്കടായോ? സാറ്, ഒരു കുട്ടിയുടെ കാര്യമാണ്. മുസ്തഫയാണ് ആമനക്കുട്ടിയുടെ അച്ഛൻ. ഹലോ മാധവ് സാറേ, ഇത് ഞാനാ മുസ്തഫ. മനസ്സിലായി മുസ്തഫക്ക, പറയൂ. ഡോക്ടർ ഓപ്പറേഷന്റെ ഡേറ്റ് തന്നു, 26-ാം തീയതി. അത് സാരമില്ല, ഞാൻ ചെറിക്ക് കൊടുക്കാം. ഓ ശരി സാർ. ഹലോ, മുസ്തഫാക്ക. ജയമോഹൻ സാർ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, ഫിക്സ് ചെയ്ത ഡേറ്റ് തന്നെ നമുക്ക് ചെക്ക് കൊടുക്കണമെന്ന്. ഫോണൊന്ന് ആമനക്കുട്ടിക്ക് കൊടുക്കുവോ? ഇപ്പൊ കൊടുക്കാം സാർ. സ്പീക്കറിലിട്. മോളെ, ജെറിയങ്കിളാ സംസാരിക്കേ. ഹലോ അങ്കിൾ, ആമനക്കുട്ടിയാ. മോളെ പറയേ, എന്തൊക്കെയുണ്ട് വിശേഷം? രാവിലെ ഹലോ നമസ്തേ കേട്ടായിരുന്നു. എന്നെ പറ്റി എന്തൊക്കെയാ പറഞ്ഞേ? എന്ത് വിഷയമുണ്ടെങ്കിലും അങ്കിൾമാരൊന്ന് വിളിച്ചാ മതി കേട്ടോ. ഇനി ഒന്ന് പറഞ്ഞേ. കാത്തിരിക്കാം, കേട്ടിരിക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. ഹലോ FM.
മുഖ്യമന്ത്രിയോട് പോവാൻ പറ. നമ്മൾ ഫംഗ്ഷൻ 19 നടത്തും. അതാണ്. ഹലോ. ആ, പ്രിയ എന്ന് പറഞ്ഞ ബേക്കറാണോ? ഹോം മെയ്ഡ് കേക്ക്സ് ഒക്കെ ഉണ്ടാക്കുന്നത്? അതെല്ലോ. എനിക്കൊരു കേക്ക് ഓർഡർ ചെയ്യണമല്ലോ, എന്താ ചെയ്യണ്ടേ? പറഞ്ഞോളൂ സർ. ഭയങ്കര വില കൂടുതലാണോ? വിലയൊക്കെ എങ്ങനെയാ? ആദ്യം ഏതാ വേണ്ടേന്ന് പറയൂ, എന്നിട്ടല്ലേ വിലയൊക്കെ. അല്ല, ആദ്യം ഏതാ ഉള്ളതെന്ന് പറയും. റെഡ് വെൽവെറ്റ് ഉണ്ട്, ചോക്ലേറ്റ്, വൈറ്റ് ഹെവൻ. അതെ, ഈ കേക്ക് അല്ലാണ്ട് ഉണ്ടംപുരി ഉണ്ടാവോ? ഉണ്ടംപുരി? അയ്യേ, ഒരു അളിഞ്ഞ കോമഡി. ഓക്കെ, ഞാനേ ഇന്ന് വരുമ്പോ കുറച്ച് ലേറ്റ് ആവും. ഞാൻ പറഞ്ഞില്ലേ മൂവാറ്റുപുഴക്ക് പോണം, നമ്മുടെ ജെറിയുടെ എക്സിന്റെ കല്യാണം. ആ, ഓക്കെ 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 ഓക്കെ. ജെറിയും വരണ്ട്. അയ്യേ, ജെറി വരുന്നുണ്ടോ? കൊടുക്ക കൊടുക്ക, എന്നാ വാങ്ങിച്ചോ. ഹലോ പ്രിയ. ഒരു ചമ്മലുമില്ലല്ലോ ഈ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ കല്യാണത്തിനൊക്കെ പോവാൻ. അയ്യേ, ചമ്മലോ? എന്തിനു ചമ്മന്നത്? ഞങ്ങൾ ആ റിലേഷൻഷിപ്പ് വളരെ നല്ല നോട്ടിൽ എൻഡ് ചെയ്ത്. മാത്രമല്ല ഞങ്ങളിപ്പോ നല്ല ഫ്രണ്ട്സാ. അതുകൊണ്ടല്ലേ കല്യാണത്തിന് വിളിച്ചേ. അതുമല്ല, അന്നയും ഞാനും മാധവക്കും ഒരേപോലെ ഫ്രണ്ട്സാ. ഫ്രണ്ട്സോ? എനിക്ക് ആ പെണ്ണാട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ വെറുതെ ബിരിയാണി അടിക്കാൻ വേണ്ടി ഇവന്റെ കൂടെ പോണു, അത്രേ ഉള്ളൂ. അല്ല, ഇപ്പൊ ഈ നിക്കുന്ന വേഷത്തിൽ തന്നെ പോവാണോ? അത് കുഴപ്പമില്ല, ഞാൻ ചെറിയുടെ വീട്ടിൽ കയറിയിട്ടാ പോകുന്നത്, അത് മാനേജ് ചെയ്തോളാം. അപ്പൊ രാത്രി ഭക്ഷണം വേണ്ട? വേണ്ട വേണ്ട, ഇന്ന് ഞങ്ങള് കുറച്ച് നല്ല ഭക്ഷണം കഴിക്കാം. ആണോ? നല്ല ഫുഡല്ലേ, ഇങ്ങ വന്നേരാട്ടാ. ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. ബൈ ബൈ ബൈ. എടാ, ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങണ്ടേ? ഗിഫ്റ്റ് വാങ്ങണ്ടേ? വാ. ചായ കുടി മാത്രമല്ലോ? വേറൊന്നും ഇല്ലല്ലോ. വേറെ എന്തെങ്കിലും വേണോ? പച്ചവെള്ളം എടുക്കട്ടെ കുടിക്കാൻ. ആർക്ക്? തന്നെ കൂടെ കുടിച്ചാ മതി. ഒരു മിനിറ്റ് വെയിറ്റ്. നല്ല വല്ലോ ദേ വിളിക്കണം. എന്തേ? ഒരു ഗിഫ്റ്റ് വേണം. ഗിഫ്റ്റാ? നീ പെട്ടെന്ന് തൊട്ടൊരു ഗിഫ്റ്റ് വാങ്ങിട്ട് വാ. വൈകിട്ട് ഒരു കല്യാണത്തിന് പോകണം. ആരുടെ കല്യാണം? അതൊക്കെ പിന്നെ പറയാം, നീ ആദ്യം പറഞ്ഞു കൊടുക്ക്. കൂടിയത് വേണോ? നല്ല സ്റ്റാൻഡേർഡ് അല്ല, നമ്മുടെയൊക്കെ സ്റ്റാൻഡേർഡിനെ പറ്റിയ ഒരു ഗിഫ്റ്റ് വേണം. എവിടെയാണ് കല്യാണം? കുറച്ച് ദൂരെയാണ്. ഓ, ഞാൻ ഫ്രീ ആണ്. പോനെ നിന്നോട് വാങ്ങിക്കാൻ പറഞ്ഞു. അല്ല, കല്യാണത്തിന് ഞാൻ ഫ്രീ ആണ്. ബിരിയാണി ഒക്കെ ഉണ്ടാവില്ല. അത് ശരിയാക്കാം. തൽക്കാലം താൻ പോയിട്ട് ഗിഫ്റ്റ് വാങ്ങിട്ട് കേട്ടോ. പോകുമ്പോ ഒരുമിച്ച് പോവാം. ശരി, ഓക്കെ. എന്താണ് ഇത്രയും വലിയ വീട്ടിലെ പെണ്ണെ സ്നേഹിച്ചിട്ടാണ് നീ വിട്ടളഞ്ഞ് മരമണ്ടൻ? ഞാൻ ഈ വീട് ഇപ്പോഴല്ലേ കാണുന്നേ. വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു സെൽഫി എടുത്തിട്ട് അയച്ചു തരാൻ പറഞ്ഞാൽ പോരാ? അവളെ തിരികെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഓ ശരിയാണ്. ഡയലോഗ് അടിക്കല്ലേ. എന്നാ വരിക? ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ പൊട്ടിച്ചു തുടങ്ങിട്ടോ. മധുരവെപ്പിന് സമയമായി. നീ വന്നേ. മധുരമൊക്കെ ഇവിടെ കെട്ടിയോ നാളെ കൊടുത്തോളൂ. ഇച്ചയാണ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. വാ, മെസ്സേജ് ഞാനങ്ങ് വന്നേക്കാം. ഓക്കെ, പൊട്ടിക്ക്. ഹലോ, നമസ്തേ. പോപ്പുലർ റേഡിയോ ജോക്കീസ് ജെറി ആൻഡ് മാധവ്. ഹലോ മൈ ഫ്രണ്ട്സ്. ഇതാവൂ ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫ്. ഹലോ. പ്യൂൺ. ഓഫീസിലെ പ്യൂണാണ്. പക്ഷെ ശമ്പളം കൂടി എനിക്ക് ഇവരെക്കാളും അല്ലേ? താങ്ക് യു. ഇപ്പൊ തന്നെ പൊട്ടിക്കാലോ? ഓ, പൊട്ടിക്കാൻ പോലെ ഗിഫ്റ്റ് ഒക്കെ അങ്ങനെ പൊട്ടിക്കാൻ പറഞ്ഞു. അടുത്ത ഫ്രണ്ട്സ് വരുന്ന ഗിഫ്റ്റ് അപ്പൊ തന്നെ പൊട്ടിച്ചു നോക്കണ്ടേ? പിന്നല്ലാതെ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഫാൻ ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ ഗിഫ്റ്റ് പറഞ്ഞു പോകും. ഞാൻ പുറത്തേക്കട്ടെ? നല്ലോണം അയ്യോ, പണി കിട്ടിയോ? ഇതാ ജെറി മാധവന്മാരുടെ സമ്മാനം. സാധാരണ ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ പോയിട്ടില്ല പൊട്ടിക്കാറുള്ളൂ. നല്ലല്ലേ? കൊള്ളാം. മോളെ, മധുരമപ്പിന് സമയമായി. നീ അങ്ങോട്ട് ചെന്നേ. ഇച്ചായ, എന്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്ന ഗിഫ്റ്റ് കണ്ടോ? ഇവളുടെ ഒരു കാര്യം. എടി, മുട്ടുസൂചിയാണെങ്കിലും സമ്മാനം തന്നെ. ഇവര് ഹലോ ഫാമിലി ആർജേസാ. ജെറി, മാധവ്. ഹലോ അബു. ഹലോ. ഇതെന്റെ ഇച്ചായ ടോമി ചായ, യുഎസിലാ. ഞങ്ങള് ഏറ്റവും അടുത്ത ആളുകൾ കൂടി ഇപ്പോ ഗിഫ്റ്റ്സിലധികം സ്പെൻഡ് ചെയ്യുന്നില്ല.
ഹലോ FM ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഒരു ആമിനക്കുട്ടി, അതിന് ഹാർട്ട് സർജറിക്ക് വേണ്ടി ഞങ്ങൾ പരമാവധി അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ആണോ? വളരെ നല്ല കാര്യം. എന്നാൽ ഞങ്ങളും തരുന്ന ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ. കൈയോടെ ചെക്ക് കൊടുത്തേ. ഇവിടെയും ചെക്ക്. പപ്പു വന്നു. ഓ, അവര് വന്നു കേട്ടോ. അല്ല, ആരെയാ അപ്പു? അപ്പു അല്ല, പപ്പു, എന്റെ കല്യാണച്ചക്കന്. നല്ല കലക്കം പേരാട്ടോ. ഇനീഷ്യൽ ഉണ്ടോ? നമസ്കാരം. വന്നാട്ടെ. ഏതായാലും സംഗതി ഓക്കെ. എനിക്ക് അതൊരു നിർബന്ധമായിരുന്നു. എന്നതാ ഈ നെക്ലസ് ഇട്ട് വേണം എന്റെ വുഡ്ബി നാളെ പള്ളിയിലെത്താൻ. ഞാൻ ജ്വല്ലറിയിൽ വിളിച്ചു പറഞ്ഞു, എത്ര പണിക്കാരെ വേണമെങ്കിലും എടുത്തിക്കോ, നാളെ വൈകുന്നേരത്തേക്കുള്ളിൽ സംഗതി കിട്ടണം. കസ്റ്റം മേഡല്ലോ. വന്നാട്ടെ, എല്ലാരും വെയിറ്റിംഗ്. പ്ലീസ് കം. ഹായ് അന്ന. ഓക്കേ, ദിസ് ഈസ് ഫോർ യു. താങ്ക് യു. എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്കിൽ പറ, എത്ര വില വരും? അങ്ങനെ ചോദിച്ചാ അറിയത്തില്ല. എന്നാലും ഒരു ഗസ്. ഇല്ല, എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും ഊഹിക്കാവോ? തനിക്ക് പറ്റുമോ? എനിക്ക് വാങ്ങിച്ചില്ല, വെച്ചേശുള്ളൂ. പണയം വെച്ചേ 10,200 കിട്ടും. 2 ലക്ഷം. ഒരു 3 വരും. വെച്ചേക്കുന്നു. ഇതിനെ 4,32,15,000 ഞാൻ ബാർഗൈൻ ചെയ്തു. അവസാനം എന്നതാ 25 ഡിസ്കൗണ്ട് ചെയ്തു. ഞാൻ നമ്മുടെ കുരിയച്ചനെ കൊണ്ട്, നമ്മുടെ കുരിയച്ചനെ MLA വിളിച്ചു പറയിച്ചു. പിന്നെ എന്നാന്ന് വെച്ചാ എപ്പ കൊണ്ട് വിറ്റാലും കൊടുക്കുന്ന ദിവസത്തെ മാർക്കറ്റ് വില കിട്ടും. എന്റെ അച്ചായ, നമ്മൾ ഈ റിട്ടേൺസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാവൂ. ഈ സാധനത്തിന് മാർക്കറ്റ് കൊടുത്താൽ എത്ര കിട്ടും? ഒന്നും കേട്ടില്ല. എന്നതാ? ഇവരെന്റെ ഫ്രണ്ട്സാ, ജെറി മാധവ്. അബു, ജെറി, മാധവ്. ഇത് ഞാൻ പപ്പു ജോസഫ് താടി. എന്നിട്ട് താടിയൊന്നും കാണാറില്ല. കൊണ്ടുവന്നില്ല. അത് നന്നായി. എന്ത് ചെയ്യുന്നു? ഞങ്ങൾ FM ശമ്പളമൊക്കെ എങ്ങനെ? മാസത്തിലൊരു 4 വെച്ച് കിട്ടും അല്ലേ? ആക്ച്വലി ഞങ്ങൾ ഹലോ FM വേണ്ടിയിട്ട് ഒരു ഫണ്ട് റേസിംഗ് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. ആമനക്കുട്ടിയുടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട്. ഞാനും കേട്ടിരുന്നു FM എപ്പോഴും. നിങ്ങളായിരുന്നല്ലേ? അതെ. അപ്പൊ ഇച്ചാൻ ഞങ്ങൾക്ക് കുറച്ച് ഫണ്ട് തന്ന് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇന്ന് തന്നെ എന്തെങ്കിലും നല്ല ഡൊണേഷൻ തരണം. അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങളുടെ കല്യാണം ഞങ്ങൾ FM ആഘോഷിക്കും. അതെ, അതിപ്പം എത്ര ഹൈ കൊണ്ടാണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കും. ഈ പറയുന്ന ആമനക്കുട്ടിക്ക് എത്ര വയസ്സായി? 4 വയസ്സ്. അയ്യോ, എങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാ. അല്ല, നിങ്ങൾ എത്ര പിരിച്ചെടുക്കുന്നത്? 15 lakhs. അയ്യോ, എങ്കിൽ 15 പോക്കാ. ഉറപ്പില്ലല്ലോ. എന്റെ ബൂ, ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ റിട്ടേൺസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ കോട്ട്, ഇത് സിറ്റി മോളിൽ. ഇതിന്റെ വില എത്രയെന്നറിയോ? 12,000 rupees. ഈ സിറ്റി മോളിൽ നമ്മുടെ ഫാമിലിയുടെ ഒരു വലിയ ബിസിനസ് ഡീൽ ഉണ്ടേ. മനസ്സമ്മതത്തിനിട്ട് റിങ്ങ. വില എത്രയെന്നറിയോ? അതെ, പുറത്തെന്റെ ഫ്രണ്ട്സ് താടിക്കാരനെ അല്ല പയ്യനെ പരിചയപ്പെടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അല്ല, നമുക്ക് പിന്നെ സംസാരിക്കാം. പോയിട്ട് വരൂ പ്ലീസ്. ഏതാടി പതൂരി? താടി വരുന്നതിന് മുമ്പ് പോവാ. നോക്കിയേ, സ്കോച്ചിന്റെ വില പറയണണ്ട. ഇവനൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇവന്റെ വിചാരം നമ്മളൊരു പൈസ കണ്ടിട്ടില്ലെന്നാണ്. ഇവനൊക്കെ ഉണ്ടല്ലോ, അട്ടിച്ച് അവന്റെ അണപ്പല്ല് പുറത്തെടുക്കണം. ലോകത്തുള്ള ഒരു പെണ്ണിനും ഇവനെ പോലത്തെ ഒരു കൊരങ്ങനെ കെട്ടേണ്ട ഗതികേടുണ്ടാവരുത്. എത്ര പൈസ ഉള്ളവനാണെങ്കിലും എന്റെ പെങ്ങളെ കെട്ടാൻ വേണ്ടിയാണെങ്കിൽ ഇവനാണെങ്കിൽ ഞാൻ കൊടുക്കൂല. കൊടുക്കരുത്. കുറച്ചേരും കൂടി അവനവിടെ നിൽക്കണമെങ്കിൽ ഇട്ടിരിക്കുന്ന ഷഡ്ഡിയുടെ വില എത്ര അവൻ ചോദിച്ചാൽ കേക്കട്ടെ. കണ്ണു കാണാൻ പാടില്ലേ? കാത് കേൾക്കാൻ പറ്റണല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. അവൻ ആമനക്കുട്ടിനെ കുറിച്ച് പറഞ്ഞ കേട്ടോ. അതൊക്കെ ശരിയാ, പക്ഷെ നമ്മൾ അവനെ മനുഷ്യന്റെ എന്തെങ്കിലും ലക്ഷണം ഉണ്ടോ? നോക്കിയ നീ നോക്ക്. നീ പാട്ടുമാക്ക. ആരോ എന്നെ കുറിച്ച് നല്ലത് പറയുന്നു. ശരിയല്ലേ? ശരിയാണ്. അതെ. സാധാരണ നമ്മൾ മുമ്പ് പ്രേമിച്ച പെണ്ണ് നമ്മളേലും ഗതികെട്ട ഒരുത്തൻ്റെ കൂടെ പോകുമ്പോ നമ്മൾ ഭയങ്കര ഹാപ്പി ആവില്ലേ? ഇല്ലേ? അതെ. ആ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇവനെ പോലത്തെ ഒരു മണ ഉണാഞ്ചന ആ പെണ്ണിനെ ഒരിക്കലും വിട്ടുകൊടുക്കൂല. ഞാൻ കൊടുക്കില്ല. ഒരിക്കലും കൊടുക്കൂലടാ. എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഇവനിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ എന്തൊക്കെയോ മാർഗം ആലോചിച്ചിരിക്കുന്ന പോലെ. നിനക്ക് തോന്നിയോ അങ്ങനെ? എനിക്ക് തോന്നി. എനിക്ക് തോന്നി. നമ്മുടെ കുമിളിയിലെ പ്ലാന്റർ തോമാച്ചായന്റെ മോളുടെ പ്രപ്പോസൽ വന്നിങ്ങനെ ബ്രഹ്മി നിൽക്കുമ്പോഴാ
നമ്മുടെ ഈ അന്നക്കൊച്ചിന്റെ ആലോചന എനിക്ക് വരുന്നത്. തോമാച്ചാന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാമേ? ഊട്ടിയിൽ 150 ഏക്കർ തേയില, കൊടകിൽ അതുപോലെ കാപ്പി, വയനാട്ടിൽ ഏലം, അങ്ങനെ എന്നാ ഒക്കെയാണ്. എന്നാലും ഉള്ള പറയാലോ, അയാൾ ഫ്രോഡാ. എനിക്കയാളെ വിശ്വാസമില്ല. എനിക്ക് അച്ചായനാ വിശ്വാസം. കേട്ടോ എന്നെ കുട്ടി? നൗ ഐ എം വെരി ഹാപ്പി. എനിക്കെന്ത് പറ്റാൻ? എടിയ താടിക്കാരൻ കിഴങ്ങന്റെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ടാണ് നീ കല്യാണം സമ്മതിച്ചത്. അതോ നിന്നെ ആരെങ്കിലും പെടുത്തിയതാണ് അയാളുടെ സ്വത്തും പണമോ കണ്ടിട്ട്? ജെറി എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്താ പറയുന്നത് നിനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത്, അയാൾ നിനക്ക് ആബ്സല്യൂട്ട് മിസ്മാച്ച് ആണ്. ഇറ്റ്സ് നോട്ട് യുവർ ബിസിനസ് ജെറി. ഇറ്റ്സ് നോട്ട് മൈ ബിസിനസ്, ഐ നോ ദാറ്റ്. പക്ഷെ എന്നാ നമ്മൾ കുറെ കാലം അറ്റ്ലീസ്റ്റ് നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? എനിക്ക് നിന്റെ ക്യാരക്ടർ എന്താണ്, നീ എന്താണെന്ന്, നിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഒക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, നീ ഒരു മോശം ലൈഫിലേക്കല്ല, ഒരു വൻ ദുരന്തത്തിലേക്ക് പോകുമ്പോൾ. പിന്നെ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എന്താ അറിയും, നിന്റെ ഇച്ഛായനം പെട്ടിരിക്കുക. ഇത് നിന്റെ ലൈഫാണ്. നിനക്കിഷ്ടമുള്ള നിന്നെ മനസ്സിലാക്കുന്ന ഒരാളുടെ കൂടെ നീ ജീവിക്കണ്ടേ? പിന്നെന്തിനാ അന്ന് പിരിഞ്ഞ്? അത് ഒന്നിക്കാൻ, ഇവിടെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒന്നിക്കാൻ, ആ പെരട്ട താടിക്കാരനെയും നിന്നെ രക്ഷിക്കാം. അന്ന ഇതിന്റെ കോൺസിക്വൻസസ് ഒന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. നീ എന്നോട് വരുമെന്നല്ല, നീ പറഞ്ഞു. നല്ല ഇഷ്ടമുണ്ടല്ലോ ചിക്കൻ പൊരിച്ചിട്ടാ കറി വെച്ച. ഉറപ്പാ അല്ലെങ്കിൽ തിന്നില്ലായിരിക്കും. കൊള്ളാട്ടാ. എടാ ഞാൻ ഒരു മൂന്നാമത് ചോദിച്ചാൽ തരുമോ? നെയ്മീൻ ഫ്രൈ തീർന്നിട്ടാ. ഇനി എന്നോട് ചോദിക്കാൻ പറയാൻ നിൽക്കരുത്. വെജ് കുടിക്കാത്ത. നീ കഴിക്കണല്ലേ? കഴിക്കടാ. നല്ല ചിക്കൻ ഉണ്ടാ. നിനക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമില്ലേ? എടാവള് വരാൻ സമ്മതിച്ചു. ആര്? അന്ന വരാൻ സമ്മതിച്ചു. ഇങ്ങോട്ട് ഓടാ, തമാശയാണോ? അവളെന്റെ കൂടെ വരാൻ സമ്മതിച്ചു. അത് അടിക്കാനുണ്ടോ കൂടെ? നീ ഒരു മേലെ തമാശ കളിക്കരുത്. അവളെന്റെ കൂടെ വരാൻ സമ്മതിച്ചു. നീയൊക്കെ കൂടെ മൂപ്പിച്ചിട്ടാണ് ഞാൻ അവളെ പോയി വിളിച്ചത്. അവളിപ്പോ എന്നോട് വരാന്ന് പറഞ്ഞിരിക്കുക. ഞങ്ങൾ വെറുതെ ലോകതത്വം പറഞ്ഞല്ലേ, നീ സീരിയസ് ആയിട്ടാ? ലോകതത്വം ഇതുമാതിരി പൂക്കൃത്തരം കാണിക്കരുത്. മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നു, ഞാൻ പോയി വിളിച്ചോണ്ട് വരാൻ പോകും. ഈ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഉള്ള പറയാലോ, എനിക്ക് ഈ മലയാളിയാണെന്ന് പറയാനേ ഇഷ്ടമല്ല. ചേച്ചി ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, അപ്പൊ തന്നെ പൊട്ടിച്ചു നോക്കും. വെറുതെ നാണം കിട്ടുമോ? അതെ, നീ ശരിക്കും ആലോചിച്ചിട്ടാണ് ഈ തീരുമാനം എടുത്തത്? അതെ. ആണോ? എന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന ഞാനിപ്പോ ചെയ്യുന്നത്. ഭയങ്കര തെറ്റായി പോയി. ആ വഴി പോവാം, വേഗം വാ. നമ്മൾ ഇവളെ കൊണ്ടുപോകണം, ഇവള് നമ്മളെ കൊണ്ടുപോകണം. ഞാൻ വണ്ടി എടുത്ത് പുറത്തേക്ക് വരാം. നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യും. നിങ്ങൾ തൊഴിയോ? വാ, സൂക്ഷിച്ച് വാ വാ. അഥവാ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നടക്കാറിങ്ങിന്ന് പറഞ്ഞാൽ മായിട്ടാ. അല്ല, നമുക്ക് നാളെ പള്ളിയിൽ കാണണം. എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ വരണം. ഓക്കെ. വന്നേ. എന്നാടി? എനിക്കെന്തോ ഒരു പന്തികേട് പോലെ. എന്താ? അന്നേ കാണുന്നില്ല. കാണുന്നില്ലെന്നോ? ഒച്ച വെക്കാതെ. ഏയ്, പ്രശ്നമൊന്നുമില്ല. നീ ആ ഫോണിൽ ഞാൻ സ്വിച്ച് ഓഫ് ആണല്ലോ. ഒന്നുകൂടി വിളിച്ചു നോക്ക്. ഈ വീട് മുഴുവൻ ഞാൻ നോക്കി. അന്ന ഇവിടെ ഒന്നുമില്ല. നമുക്ക് വേഗം പോലീസിൽ അറിയിക്കാം. അയ്യോ അച്ഛയ, ഇനി എന്നെ ചെയ്യാ? എന്നെ പോകുന്ന വഴിക്ക് വീടിന്റെ അവിടെ ആക്കണേ. ഇറക്കാം. പ്രണയ നിമിഷങ്ങളിൽ ഇറ്റ്സ് മീ ബിജു. ഈ കാത്തന നിമിഷങ്ങളിൽ പ്രിയെ നിന്നെ ഞാൻ ഓർത്തു പോവുകയാണ്. രാത്രിയുടെ ഈ സുന്ദരയാമങ്ങളിൽ സംഗീതം എന്നെ മതോന്മത്തനാക്കുന്നു. ഉന്മാദ നിമിഷങ്ങളിൽ പ്രണയദുരിതമാക്കുവാൻ
അജായോ ആ ഇതിനെത്ര വില? നീ ഫിലിപ്പച്ചായനോട് വിളിച്ചു പറ ആൾക്കാരുമായിട്ട് കോളേജ് ജംഗ്ഷനിലോട്ട് വരാം. ഗോപചായ, ആദ്യം നമുക്കൊന്ന് സംസാരിക്കാം, എന്നിട്ട് മതി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അല്ലേ? കൂടാൻ പോയതാ, കഴിക്കേണ്ടി വന്നു. ഇത് എന്റെ ഭാര്യ പ്രിയ. എന്താ ഇത് അന്ന. എന്താ മാധവ്, എന്താ കാര്യം? എല്ലാം കൈവിട്ടു പോയി. എനിക്കൊന്നും മനസ്സിലാവണില്ല. അതൊക്കെ പറയാം, അത് ഞങ്ങൾ നകത്ത് കയറട്ടെ. ചേരിപ്പൊക്കെ ഒന്ന് പുറത്തിടണേ. ഒന്നും വിചാരിക്കല്ലേ, കുറച്ച് വൃത്തി കൂടുതലാണെന്നേ വരും. What have you done, Mother? It's so unfair. ഇനി എന്താ ഉണ്ടാവാൻ പോണേന്ന് അറിയോ? കുട്ടി ഉണ്ടാവും. അല്ലെ കുട്ടി നന്നായി ആലോചിച്ചിട്ടാണ് നമ്മളുടെ ഒപ്പം വന്നിരിക്കുന്നത്. പക്ഷെ ഇത് വലിയ വിഷയമില്ല, നമുക്ക് സോൾവ് ചെയ്യാവുന്ന പ്രശ്നമുള്ളൂ. എങ്ങനെ സോൾവ് ചെയ്യുന്നാ പറയുന്നേ? എങ്ങനെ സോൾവ് ചെയ്യും? ഞങ്ങൾ വേണമെങ്കിൽ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിലേക്കോ അല്ലെങ്കിൽ എന്റെ റൂമിലേക്കോ പോവായിരുന്നു അല്ലേ? ജെറി, ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നോണ്ടല്ല ഞാൻ ഈ പറയുന്നേ. ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയാ. അതിന് ടെൻഷൻ ആവണ്ട. നമുക്ക് പോലീസിലൊന്ന് ഇൻഫോം ചെയ്തല്ലോ. പോലീസിനൊക്കെ അവർ അറിയിച്ചിട്ടുണ്ടോ? ആ ഫോണും തന്നെ. ഹലോ ഹലോ, ഞാൻ അന്നയാ. മനസ്സിലായി. യാത്രയൊക്കെ സുഖമായിരുന്നോ? ബുദ്ധിമുട്ടൊന്നും കൂടാതെ എത്തേണ്ടടുത്ത് എത്തിയല്ലോ അല്ലേ? കൊച്ചു ഒളിമ്പിക്സിന് പോണം കേട്ടോ. ഹൈ ജമ്പിനാണ് ഇന്ത്യക്കൊരു മെഡൽ ഉറപ്പാണ്. എന്നോട് ക്ഷമിക്കണം. എന്തിന്? ഞാൻ ചെയ്തത് തെറ്റാന്നറിയാം. ക്യാരക്ടർ ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറയണമായിരുന്നു. പക്ഷെ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് താമസിക്കേണ്ടവരാകുമ്പോ... അയ്യോ മോളെ, ഇതിപ്പോ നന്നായെന്നാ ഞാൻ പറയുന്നത്. ഇപ്പൊ കുട്ടി മതിലയാടി, അതവിടെ തീർന്നു. കെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് കൂട്ടുകാരനെ കണ്ടിരുന്നെങ്കിൽ പിന്നെ അവൻ എന്റെ വീട്ടിലേക്ക് മതിലയാടാൻ തുടങ്ങും. എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റൂ? സെക്യൂരിറ്റി വെക്കാന്നൊക്കെ പറഞ്ഞാൽ മാസം 10,000-15,000 രൂപയുടെ ചെലവാ. ഒരു റിട്ടേൺസ് ഇല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാ, ഈ ബിസിനസ്സിൽ ഞാൻ ഒരു 15 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ കേറ്ററിംഗ്, കോസ്റ്റ്യൂംസ്, ഓർണമെന്റ്സ്, അതിനൊക്കെ ആ നെക്ലസ് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്, അലമാരക്കകത്ത്. 4,32,15 രൂപയുടെ. പ്ലസ് 12% ടാക്സ് ഉണ്ട് കുട്ടി. ഏതായാലും അത് ഞാൻ ഇങ്ങ് എടുത്തിട്ടുണ്ട്. നാളെ തന്നെ അത് ആ ജ്വല്ലറി റിട്ടേൺ ചെയ്യാം. മാർക്കറ്റ് വില കയറി നിൽക്കുന്ന ടൈമാണേ. എന്നതാണേലും 15 ലക്ഷവും അതിന്റെ 9.9% ബാങ്ക് ഇൻട്രസ്റ്റ് കിട്ടിയ എനിക്ക് പ്രശ്നമേ ഇല്ല. ഐ ആം ഹാപ്പി. അയാളുടെ മോന്ത കിട്ടി ഒരു കുത്തും കൂടി കൊടുത്തിട്ട് വരായിരുന്നില്ലേ? അതാര്? ഹലോ ഹലോ ഹലോ. ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ആകെ ഒരു മുറിയുള്ളൂ. മുകളിൽ ഓണറാണ്. ആ പോർഷൻ ഓണർ ആർക്കോ റെന്റിന് കൊടുത്തേക്കുക. ആ റൂമിൽ ഇവര് കിടക്കട്ടെ, നമുക്കിവിടെ വിശാലമായ ഹാളല്ലേ? അയ്യോ, അത് വേണ്ട, ഞങ്ങൾ ഇവിടെ കിടന്നോളാം അല്ലേ? അതൊരു കുഴപ്പമില്ലേ? അത് കുഴപ്പമാവും. അതൊക്കെ നമുക്ക് ശരിയാക്കാം. അയ്യോ, ആദ്യം എനിക്കൊന്ന് ഫ്രഷ് ആവണം. ആ മതിലേലെ പൊടിയും എല്ലാം. അസുഖം എന്തെങ്കിലും ഉണ്ടോ? പ്രിയക്ക് ഒരു ചെറിയ അസുഖമുണ്ട്. ന്യൂക്ലിയർ ബോംബ് വീണ് കഴിഞ്ഞാലും പ്രിയക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ കുറച്ച് പൊടി പറ്റിയ അല്ലെങ്കിൽ വെച്ച സാധനം അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിരിക്കുക, അത് സഹിക്കില്ല. ഇത്ര വൃത്തി കൂടിയ ഒരു ഭാര്യ ആയതുകൊണ്ട് എന്റെ അച്ഛനും അമ്മയൊന്നും വീട്ടിലേക്ക് അടുക്കാറേ ഇല്ല. ഹലോ. ജെറി,
ടീഷർട്ട് കൊള്ളാലോ. സൂപ്പർമാൻ മാധവിന്റെ. എന്റെ ഫസ്റ്റ് നൈറ്റ് എത്ര പെട്ടെന്നാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. ചെവിയായിട്ടൂടെ അവിടെ ചെന്ന് വിളിക്കോ? അവിടെ പോയി വിളിക്കണോ? കുഴപ്പമില്ല. മതി അഭിനയം മതി. കേക്ക് റെഡി, കേക്ക് റെഡി. വാ വാ വാ. കേക്ക് അതിനാണ്. ചമ്മിപ്പോയി. ദേവൻ വരുമ്പോ വെറുതെ ചിരിച്ചോട്ടോ. ഓക്കെ വരണ്ട. നോക്ക് നോക്ക് നോക്ക്. മനുഷ്യനായാല് ഇത്ര ആർത്തിയുടെ കാര്യമൊന്നും ഇല്ലാട്ടോ. മുറിക്ക് മുറിക്ക്. അതല്ല, ഇത് മുഴുവൻ എടുത്ത് തലയിടുക വേണ്ടേ? ഹാപ്പി മാരീഡ് ലൈഫ് ഡിയർ വൺസ്. ഡാർക്ക് ചോക്ലേറ്റ് ആണേ. അതെ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം കുറച്ച് പോസിറ്റീവായിട്ട് എടുക്കണം. ജെറി എന്താ പറയണേ? അല്ല, ഞങ്ങളിവിടെ ഒന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാളായല്ലോ. വന്നിട്ടല്ല, പറ്റിക്കൂടിയിട്ട്. അതുകൊണ്ട് ഞങ്ങളൊന്ന് വാടകയ്ക്ക് ഒരു ചെറിയ വീടെടുത്ത് അങ്ങോട്ട് മാറിയാലോ എന്ന് ആലോചിക്കുക. ചെറിയ വീടാക്കണ്ട, കുറച്ചും കൂടി വലിയ വീടെടുത്താ ഞങ്ങളും കൂടെ അങ്ങോട്ട് വരാം. അതൊക്കെ അതെ, വാടക പോകുന്ന നഷ്ടമാണ്. ഒരു ഫ്ലാറ്റ് വാങ്ങുക, എന്നിട്ട് അതിന് ലോൺ അടച്ചെടുക്കുക അല്ലേ? ഞങ്ങളെന്താണ് തീരുമാനിച്ചു കഴിഞ്ഞു.
അല്ലേ? കുറച്ച് ഗോൾഡ് ഉണ്ട്, പിന്നെ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്താൽ മതി. ഈസി. അന്നെ ഇറങ്ങി വന്നപ്പം കുറച്ച് സ്വർണം കരുതേണ്ടതായിരുന്നു. കണ്ണുകൾ കൊണ്ടുപോലും പ്രണയിക്കാത്തവരായി ആരാണുള്ളത്? ഈ നിലാവുള്ള രാത്രിയിൽ പ്രേമിക്കാൻ എന്ത് രസമാണല്ലേ. തേനൂറുന്നത് പോലെ മധുരം നിറഞ്ഞ രാത്രി. ഒരു രോമാഞ്ചമായി ഞാൻ വരും. ഇറ്റ്സ് മീ ബിജു. അതെ, പാതിരാക്കോഴികൾ ഈ പരിപാടി നിർത്തിയതെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പണിയോടെ കഴിഞ്ഞു. രാത്രി 12 മണിക്ക് ഏറിയേണ്ട പരിപാടി പട്ടാപ്പകല് ചെയ്ത് തീർത്തിട്ട് സ്മൂത്ത് ആയിട്ട് ഇറങ്ങുക അല്ലേ? വെയിലത്താണ് നിലാവ്, നക്ഷത്രം, അമ്പിളിയമ്മാവൻ. രണ്ടുപേർക്ക് സൂചിച്ചില്ലേ? അതൊക്കെ അതെ. പിന്നെ ഇന്നലത്തെ പരിപാടി ഉഗ്രനായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടില്ല? അന്നയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അന്നയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുകൂടി കൊണ്ടുപോയിക്കോ. വായിച്ചോ, നമുക്ക് നാളെ മാറ്റി പറയാം. അടുത്ത ദിവസം കാശാ നിനക്ക്. എടാ, ഒരു ബിൽഡേഴ്സിന്റെ ആഡാ ID ഫിക്സിന്റെ. അവർക്ക് ഹലോ നമസ്തേ ടീമിന്റെ വോയിസ് തന്നെ വേണമെന്ന്. നമുക്ക് ഈ ഷോയ്ക്ക് മുമ്പ് റെക്കോർഡ് ചെയ്യാം. ദ സ്ക്രിപ്റ്റ്. പേയ്മെന്റ് എന്ത് വരും? അതൊക്കെ തരാം. അതെ, പൈസ തരാത്ത കേസാണെങ്കിലേ കാതരമായ നിമിഷങ്ങൾ. നിലാവത്തഴിച്ചു വിട്ട കോഴി. അവനെ കൊണ്ടങ്ങ് ചെയ്യിപ്പിച്ചാ മതി, ഞങ്ങൾ ചെയ്യൂല. മക്കളെ, ഏട്ടൻ പൈസ തരും. സമയം കളയണ്ട, ചെയ്തോ. പിന്നെ 5, 10, 100 പറഞ്ഞ് പറയാൻ നിൽക്കരുത് കേട്ടോ. എന്താടാ തരാം. ഞാൻ പൈസ തരാത്ത പോലെ. നമ്മളെ വിറ്റ കാശടയിലുണ്ട്. ട്രയലൊന്ന് പറഞ്ഞു നോക്കിയാലോ? ആയിക്കോട്ടെ, നീ തുടങ്ങിക്കോ. ID ഫിക്സിന്റെ PMP നഗറിലെ ബഡ്ജറ്റ് വില്ല പ്രൊജക്ടുകൾ പൂർത്തിയായി. 2 ബെഡ്റൂം വില്ലകൾ 45 ലക്ഷം രൂപ മുതൽ. ബാങ്ക് ലോൺ സൗകര്യങ്ങളും കമ്പനി അറേഞ്ച് ചെയ്യുന്നു. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 98. അതെ, 2 ബെഡ്റൂം വില്ലകൾ 45 ലക്ഷം രൂപ. ബാങ്ക് ലോൺ ഉണ്ട് കൊച്ചിയിൽ PMP നഗറില്. ഡീൽ മാൻ, ഡീൽ. ഇതൊരു ഇക്കോ ഫ്രണ്ട്ലി പ്രോജക്റ്റ് ആണ്. ചെടികളും മരങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. ഐ തിങ്ക് ഇറ്റ്സ് ആൻ ഐഡിയൽ ഡീൽ ഫോർ യു ഗൈസ്. ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഐ ക്യാൻ ഗിവ് യു എ ഡിസ്കൗണ്ട്. നിങ്ങളെല്ലാവരും സെലിബ്രിറ്റി കസ്റ്റമേഴ്സ് അല്ലേ? എങ്കിൽ പിന്നെ ബ്ലോക്ക് ചെയ്യട്ടെ. നിനക്കിതിലേതാ ഇഷ്ടമായ? നിങ്ങൾ ഏതിലും നിർത്തും, മറ്റേ ഞങ്ങൾ എടുക്കാം. അത് വേണ്ട, നിങ്ങൾ ആദ്യം പറ. ഓക്കെ, ദെൻ ഐ വിൽ ഗിവ് യു ആൻ ഓപ്ഷൻ. ടോസ് ചെയ്ത് തീരുമാനിക്കാം. ടോസ് ഒന്നും വേണ്ട, പ്രിയക്ക് ഏതാ ഇഷ്ടായേ എന്നിട്ട് തീരുമാനിക്കാം. ഇത് കൊള്ളാം അല്ലേ മാധവ്? അപ്പൊ മറ്റേ നമുക്ക് എടുക്കാം. നമസ്കാരം. പ്രതിവാദത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എടോ, പുതിയ താമസക്കാരെ കാണാൻ പോണ്ടേ? ആ ജോക്കീസിനെ. മനസ്സിലായി. ഈ ഷൂട്ടൊന്ന് തീർത്തോട്ടെ. ഇത് ഇന്ന് പോണ്ട എപ്പിസോഡാ. വഴക്കോടെങ്കിൽ ഞാൻ വിളിക്കാം. നിങ്ങളുടെ പാർട്ടിക്ക് പശുവിനെ പറ്റി പറയാൻ ഒരു പാർട്ടിനെ പറ്റി പറയാൻ എന്ത് യോഗ്യത? ഞങ്ങളുടെ പാട്ടിനെ പറ്റി അനാവശ്യം പറയുന്നു. ഈ പാർട്ടിനെ പറ്റി പറയാനായിട്ടില്ല മോനെ, നീ വളർന്നിട്ടില്ല. അന്ന പതുക്കെ, ഫുൾ പൊടിയാ. ഓ, ഈ അസുഖത്തിന് എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യണം കേട്ടോ. വീട് വൃത്തിയാക്കി ഇടുന്നത് ഒരു അസുഖമാണോ? ആഹാ, എന്തായി, കഴിഞ്ഞോ? ഏയ്, ചെറുത്. ഹലോ. ഹായ്. വരൂ. ഹലോ. സോ സോറി, രാവിലെ വരാൻ പറ്റില്ല, ചെറിയ തിരക്കിപ്പെട്ടുപോയി. കൺഗ്രാലേഷൻസ്. താങ്ക് യു. ഇത് പ്രിയ, അതല്ല ഷാഹിദ, അൻവർ. അറിയാം, സത്യം ന്യൂസിലെ. അതെ. ആ തമ്മിത്തല്ലുണ്ടാക്കുന്ന എന്റെ ഷോയുടെ ടൈം TV, ഇഫ് യു ഡോണ്ട് മൈൻഡ്. അവിടെ. താങ്ക് യു. വീട്ടിലും തല്ലുണ്ടാക്കോ?
ചോദ്യം ഉയർന്നു വരികയാണ്. എന്താണ് ചോദിച്ചോളൂ. ബീഫും പൊറോട്ടയും. ബീഫിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കേരള ജനത ഏറ്റവും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒന്നാണ് ബീഫ് ബാൻ. സുമേഷ് തന്നെ സോറി ഞാൻ കുടിക്കാൻ എന്തെങ്കിലും ഷോട്ട് കളഞ്ഞു അല്ലേ? നിന്റെ അടുക്ക് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഇടിച്ച മര്യാദയ്ക്ക് എടുത്തേണെന്ന്. എത്ര ബുദ്ധിമുട്ടുണ്ടാക്കിയ സീനാന്ന് അറിയോ അത്? വേണ്ട, ബാക്കി നാളെ വർത്താനം പറയാം. ജോലിയിൽ തീരെ ആത്മാർത്ഥതയില്ല നീ. ചേച്ചി നമ്മുടെ FM ൽക്കൊന്ന് ഗസ്റ്റ് ആയിട്ട് വരും. അത് നല്ല ഐഡിയ കേട്ടോ. അവിടെ ഇപ്പൊ സമാധാനമായിട്ട് പോകുന്ന സൈറ്റ് ഭർത്താവിന് നല്ല അഭിപ്രായമാണല്ലോ. അതെ അതെ അതെ. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാ. അല്ലായിരുന്നെങ്കിൽ പ്രിയ ഉണ്ടാക്കിയ ഒരു യമ്മി കേക്ക് കഴിച്ചിട്ട് പോവായിരുന്നു. കൊച്ചിയിലെ ഹോട്ട് ഷോട്ട് ബേക്കറാ. നമ്മളെക്കാളൊക്കെ നല്ല വരുമാനമാണ്. അത് കൊള്ളാലേ. എന്ത് ചെയ്യുന്നു? ഞാനൊരു ബിസിനസ് ആണ്. നമ്മുടെ അസോസിയേഷൻ സെക്രട്ടറി ആണ്. എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. ഇവിടെ സഹായത്തിന് ഒരാളെ കിട്ടുമോ? പാർട്ട് ടൈം മതി. പാർട്ട് ടൈമേ കിട്ടൂ. എനിക്ക് വരുന്നൊരു ശോഭ ചേച്ചി ഉണ്ട്. ഞാൻ ചേച്ചിയെ വിടാം. 2 മണിക്കൂർ നിൽക്കും. പോരെ? ഇവിടെ വേണ്ട. ഞാൻ രാവിലെ പോകും. എവിടെയാ വർക്ക് ചെയ്യുന്നേ? ഇൻഫിനിറ്റി സൊല്യൂഷൻസ് HR മാനേജർ. ഓ ദാറ്റ്സ് നൈസ്. പോവാം. ശരി അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കേ താങ്ക്സ് ഫോർ കമിങ്. ഗുഡ് നൈറ്റ്. ഷാഹിദ പറഞ്ഞ ശോഭ ചേച്ചി. ഓ പ്രിയ കുഞ്ഞ് ഓടാൻ പോയതാണല്ലേ? ഞാനും ഓടാറുണ്ട് ബസിന്റെ പുറകെ. ഓ ഇത്രയൊക്കെ ചവറുണ്ടോ? ചക്കക്കുരു, ചക്കച്ചൊള, പ്ലാവഴ ഒന്നും പറയണ്ട. ഇതെവിടെയാ കളയാൻ പോകുന്നേ? അയ്യോ എന്റെ കുഞ്ഞാ, നമ്മുടെ സെറ്റിക്കാര് ചെയ്യുന്നത് പോലെ തന്നെ അപ്പുറത്തോന്റെ പറമ്പില്. അയ്യോ ഇവിടത്തെ അടുക്കള ജോലിയും കഴിഞ്ഞ് 9 മണിക്ക് മുമ്പ് ഷാഹിദ കുഞ്ഞിന്റെ വില്ലയിൽ എത്തണം. ഉച്ചക്ക് മുമ്പ് തോമസ് സാറിന്റെ വീട്ടിലും. കുഞ്ഞു വാ, അടുക്കളയിലെ സാധനമൊക്കെ ഒന്ന് കാണിച്ചാ. ഓക്കെ പ്രിയ, ഞാൻ പോയി റെഡി ആവട്ടെ. രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട്. ശരി. നമ്മളാ പുതിയ താമസക്കാര് അല്ലയോ? 2 മാസമായിട്ട് ഞാനങ്ങ് കാനഡയിലായിരുന്നു, ഇളയ മകളുടെ കൂടെ. അപ്പുറത്തെ കറിയാച്ച സാറാ, അങ്ങേ അറ്റത്തെ വീട്. പുതിയായിട്ട് എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും. അങ്ങേയറ്റത്തെ വില്ലയിലെയാ കറിയാച്ചൻ സാർ. ജെറി. എനിക്കൊരു നോട്ടം ഉണ്ടായിരുന്ന വില്ലകളാ പിള്ളേർക്ക് വേണ്ടി. 40 വരെ പറഞ്ഞ് നിർത്തിയിരിക്കുകയായിരുന്നു. നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് റേറ്റ് അങ്ങ് കൂട്ടിപ്പിടിച്ചല്ലയോ? അതെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ അത് അതിന്റെ ഒരു താടിക്കാരൻ ഫാമിലിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. എന്റെ കസിൻ വഴി. അതെങ്ങനെ മനസ്സിലാക്കി? പിന്നെ വില്ല കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പറയണം. വില്ല കൊടുക്കാനോ? അല്ല, ഞാനൊന്ന് പറഞ്ഞിട്ടതാ. അങ്ങനെ ഒരു ആലോചന മനസ്സിലെങ്ങാനും വന്നാൽ. എന്നാ ശരി, ഇടയ്ക്ക് വീട്ടിലേക്കൊന്ന് വാ എല്ലാരും കൂടെ. ഇന്നലെ ആലീസ് വിളിച്ചപ്പോ ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു. സാറിന്റെ ഭാര്യ മൂത്ത മോളുടെ കൂടെ അങ്ങ് US വൈകാതിക്ക് എത്തും. എന്നാ പിന്നെ ശരി. ശരി. അവരിങ്ങേരെ പോലെയൊന്നും അല്ല, നല്ല തങ്കപ്പെട്ട സ്വഭാവോ. സമയം ഒരുപാടായി, നീ പോയി റെഡി ആയിട്ട് വാ. ഓക്കെ ബൈ. നിന്റെ ബന്ധുവാണ്ട മഹാനാ. അയ്യോടാ, വന്ന് താമസം തുടങ്ങിയില്ല, അതിനു മുമ്പ് വില്ല കൊടുക്കുന്നുണ്ടോന്ന്. ഈ നെഗറ്റീവ് എനർജിക്കാരോട് സംസാരിച്ചാലേ ആ ദിവസം തന്നെ പോക്കാം. ഓരോ ആളുകൾ ഓരോ ടൈപ്പല്ലോടും വിട്ടുകളെ. 10:30 ഫിക്സ് ചെയ്തിരിക്കുന്നത്. വിൽ ബി ദേർ ഇൻ ഹാഫ് ആൻ അവർ. ഓക്കെ. നമസ്കാരം. രണ്ടുപേരും നേരത്തെ ആണല്ലോ. ഈവനിങ് കാണാം. ഇതൊന്ന് നോക്കിയേ, ഈ ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് പറ. കൊറേ ഓർഡർ കിട്ടിയിട്ടുള്ളതാ. നൈസ്. അതിനവിടെ നോക്കിയാ കാണുന്നുണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വരാം. എന്റെ പൊന്നെ, അതൊക്കെ വൈകുന്നേരം കാണാം. MD വിളിച്ചോണ്ടേ ഇരിക്കുക. ബൈ. ബൈ. എത്ര മണിക്കാ പ്രസ് കോൺഫറൻസ്? എന്താ അത്? അന്നെ കാണിക്കാൻ കൊണ്ടുപോയതാ, ഡിസൈൻ ഫിക്സ് ചെയ്യാൻ. പക്ഷെ അവള് ബിസിയാ. ഇറ്റ്സ് നൈസ്. റിയലി? ഞാൻ സത്യം പറയുള്ളൂ, എന്റെ ചാനൽ.
നമുക്കേ കൈയോടെ ഒരു സെൽഫി എടുത്ത് FB പോസ്റ്റ് ചെയ്യാം. ഓക്കെ. വല്ല മായം ചേർക്കുന്ന ബേക്കറിക്കാരുണ്ടെങ്കിൽ പറയണേ. എക്സ്ക്ലൂസീവിനാ, പ്രിയ പേടിക്കണ്ട. സെൽഫി ആണെങ്കിൽ ഞാനും കൂടെ ഉണ്ട്. ആഹാരമില്ലാതെ ജീവിക്കാം, പക്ഷെ സെൽഫി ഇല്ലാതെ പറ്റത്തില്ല. ജെറി, ജെറി, മാധവ്. എന്താണ് സാർ? എടാ, എടാ, സകലേ, അടിച്ചടാ, അടിച്ച്. ആദ്യമായി ഹലോ എഫ്എമ്മിന്റെ ഒരു പ്രോഗ്രാം ടോപ്പ് റേറ്റിംഗിലെത്തി. അത് ടോട്ടൽ റേറ്റിംഗിൽ 2ാം സ്ഥാനം. ഒരു മിനിറ്റ്, എന്ത് പറ്റി? ഞാൻ വരാം. നീ ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം റേറ്റിംഗിൽ വന്നു. അടുത്ത മാസം മുതലെങ്കിലും സാലറി കൂട്ടി തരണം. വില്ലയൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം ബാധ്യത മാത്രമേ ബാക്കിയുള്ളൂ. ഭാര്യമാരൊക്കെ അത്യാവശ്യം ഏൺ ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ വലിയ പരിക്കില്ലാണ്ട് ജീവിച്ചു പോകും. EMI, വീട്ടു ചെലവെന്നൊക്കെ പറഞ്ഞ് 1000 പൈസയുടെ ആവശ്യമുണ്ട് സാർ. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ഓഫേഴ്സ് കിട്ടുന്നവരെ സാറിന് അറിഞ്ഞു. ഇനി സാലറി കൂട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇട്ടിട്ട് പോകും. പോവല്ലേ? നിങ്ങൾ ഇവിടുന്ന് പോവല്ലേ? എടാ, ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഇവിടുത്തെ CEO നിങ്ങളാ. ഇറങ്ങുന്നുണ്ടോ? ഇറങ്ങണ്ട. ഇറങ്ങുന്നില്ലെങ്കിൽ ഞങ്ങളുടെ സാലറി കൂട്ടിത്തരണം. കൂട്ടാം, കൂട്ടാം. മാസം 500 വെച്ച് കൂട്ടാം. 500. ഇപ്പൊ കണ്ടാലും ഇയാള് ചുമ്മാ. ചേട്ടാ, ഒരു സഹായം വേണമായിരുന്നു. എന്താ മാഡം? ആ പ്ലാവിന്റെ കൊമ്പൊന്ന് മുറിക്കണം. അയ്യോ മാഡം, യൂത്ത് സെക്രട്ടറി കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രൈവറ്റ് ആയിട്ട് ഒരു ജോലിക്കും പോരുന്നു. പ്രൈവറ്റ് ആയിട്ട് വേണ്ട, പബ്ലിക്കായി ചെയ്തു. എന്നാ പിന്നെ സെക്രട്ടറി പോയിട്ട് നോക്കാം മാഡം. ഇയാള് നോക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ. ചേച്ചി, അതെ, ആ പ്ലാവിന്റെ കൊമ്പൊന്ന് വെട്ടാനായിട്ടാ. വല്ല വെട്ടുകത്തിയോ കോടാലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു മിനിറ്റ്. ആ, എന്താ കുഞ്ഞേ? ഈ കൊമ്പൊന്ന് വെട്ടണം. ഇത് പോയാൽ തന്നെ പകുതി ആശ്വാസം കിട്ടും. കുഞ്ഞിങ്ങോട്ട് മാറിയേ, ഇറങ്ങ. ഇപ്പൊ ശരിയാക്കി തരാം. കുഞ്ഞിങ്ങോട്ട് മാറിയേ. ഞാൻ ഇതൊക്കെ ചെയ്യുന്നോണ്ട് കുഞ്ഞ് 10 or 200 തരുവായിരിക്കും. പക്ഷെ അതൊന്നും കണ്ടോണ്ടല്ല. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ചേച്ചി, ചേച്ചി സൂക്ഷിച്ചു കാരണേ. ഓ പിന്നെ ഞാനിതൊക്കെ എത്ര കണ്ടതാ. കുഞ്ഞെ, ആ വെട്ടത്തി ഇങ്ങോട്ട് തന്നെ. ചേച്ചി പതുക്കെ പതുക്കെ. ഓ പിന്നെ അതെ, ഇപ്പൊ തോന്നുന്നു പഴയ വാടക വീട് തന്നെയായിരുന്നു നല്ലതെന്ന്. നൊസ്റ്റാൾജിയാണോ? നമ്മളിപ്പോ അത്യാവശ്യം നല്ല സെറ്റപ്പിലൊക്കെ കഴിഞ്ഞപ്പോ പഴയ കഷ്ടപ്പാടാണോ നല്ലതെന്ന് പറയുന്നത്? ഞാൻ സീരിയസ് ആയി പറഞ്ഞതാ. പ്രിയ, ഇതൊക്കെ ലൈഫിൽ സാധാരണയാണ്. നിങ്ങൾ എല്ലാ കാര്യത്തിനും ഡിപ്രസ് ആയി കഴിഞ്ഞാൽ നിനക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ശരി. നാളെ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക. എന്തായാലും ശോഭ ചേച്ചി വരില്ല. എനിക്ക് വെഡിങ് കേക്കിന്റെ ഓർഡർ ഉള്ളതാ. ഓക്കെ, എന്റെ നാളെ രാവിലത്തെ ജോഗിങ് ക്യാൻസൽ. ഞാൻ രാവിലെ എഴുന്നേക്കും, അടുക്കളയിൽ കയറും, ചായ ഇടും. എനിക്കറിയാവുന്ന എല്ലാ പണിയും ചെയ്യും. ബാക്കി നീ ചെയ്താൽ മതി. ഹാപ്പി? നല്ല ആൾക്കാരാട്ടോ നിങ്ങള്. എന്താ നമ്മള് വിളിക്കാൻ? എന്താ കാര്യം? മരത്തേന്ന് വീണ കാര്യം. ആ വീണല്ലേ? എന്താ പറ്റിയേ? ഓ, ഇത്രേ ഉണ്ടായിരുന്നല്ലോ. സെക്യൂരിറ്റി പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചെന്തോ കാര്യമായിട്ടുണ്ടെന്ന്. സാരമില്ല. എടാ, ഏതായാലും പ്ലാവ് മുറിച്ചേക്കാം. നമ്മുടെ സെക്രട്ടറി 2 ദിവസമുള്ള ആളെ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏയ്, അതിന്റെ കാര്യമൊന്നുമില്ല. ഈ ഭാഗത്തേക്കുള്ള കൊമ്പും ചൊല്ലയും മാത്രം വെട്ടിയാ മതി. ഏയ്, അതാകെ അങ്ങ് വെട്ടാം. ചപ്പും ചവറും ചകിടി ഞങ്ങൾക്കും അതൊരു ശല്യ. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. നാളെ വൈകുന്നേരം നമ്മുടെ സമയമാണ്. നാളെ നമ്മളൊന്ന് കറങ്ങാൻ പോകുന്നു. പിന്നെ ഡിന്നർ എവിടെ? താജിൽ. താജിലോ? നാളെ നമ്മൾ അടിച്ചു പൊളിക്കുന്നു. ഇവിടെ ബർത്ത്ഡേ ആണോ? അതിന് നിങ്ങളുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ.
പ്രണയ നിമിഷങ്ങളിൽ ഇറ്റ്സ് മീ ബിജു. പ്രണയം അനിർവചനീയമായ അനുഭൂതിയാണ്. അത് അനുഭവിക്കാത്തവരായി ആരാണുള്ളത്? ഊന്നിലാവൊഴുകുന്ന ഈ അനുരാഗയാമങ്ങളിൽ നമുക്ക് അതിന്റെ കരം പിടിച്ചു നടക്കാം. നമുക്ക് ശരിയാ. ഇത് കണ്ടോ? നല്ല ചക്കയാണല്ലോ. വേസ്റ്റ് ആയി പോയല്ലേ? ഇനി ഇത് എങ്ങനെ ഒന്ന് വൃത്തിയാക്കാം? ഇത് ഞാൻ വൃത്തിയാക്കും. ഞാൻ വൃത്തിയാക്കും. കെട്ടികളുടെ കൂടുതൽ അടുക്കളപ്പണിയെ കഴിഞ്ഞാ? ഈവനിങ് പാർട്ടിയുടെ കാര്യം മറക്കണ്ട കേട്ടോ. അന്ന ഇത് കണ്ടോ? നീ തന്നെ വന്ന് വൃത്തിയാക്ക്. ഇങ്ങനെ വൃത്തി നോക്കിയേ മാധവ് കുറെ പെടും. പാവം പ്ലാവിന് അറിയില്ലല്ലോ പ്രിയയുടെ ഈ വൃത്തിയും മെനയും എന്തോ ഇനി പറയൂല. വെറുതെ തമാശ പറയല്ലേ. എന്താ ഇവിടെ ഒരു വഴക്ക്? ഞങ്ങൾ ഇവിടെ ഒരു ചക്ക വീണ കാര്യം പറഞ്ഞതാ. എന്നതാ അച്ചായ? ഓ, ഈ ചക്കയെ ചൊല്ലി ഒരു ഈശാഘോഷം. നീ പോയിക്കോ. ഈശാഘോഷയോ? അതെ, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അസോസിയേഷനിൽ പറയണ സെക്രട്ടറിയോട്. ഇവിടെ എന്താ പ്രശ്നം? ഞങ്ങൾ ഇവിടെ ഒരു ആറ്റം ബോംബ് ഇട്ടാലോ എന്ന് ആലോചിക്കുക. ചേട്ടൻ കൂടുന്നുണ്ടോ? ഈ ബോംബിന്റെ അത്രയൊന്നും വരത്തില്ലല്ലോ അല്ലേ? ആഹാ, ഇതിപ്പോ പറഞ്ഞു വിലക്കാൻ വന്നവനായോ കുറ്റം? ആ വീട്ടിൽ കുറെ നാളെ വഴക്കൊന്നും ഇല്ലാണ്ടിരിക്കുന്നു. അങ്ങോട്ട് ഓ, ഞാൻ നോക്കിക്കോളാം. ഇതൊരു മനുഷ്യനാണ്. വേറെ പണിയുണ്ട്. ഹലോ, ഐഡി ഫിക്സ് വിലാസെന്നാ. രാജീവ് പറഞ്ഞിരുന്നില്ല പ്ലാവ് മുറിക്കുന്നതിനെ പറ്റി? പെട്ടെന്ന് വേണമായിരുന്നു. ഓക്കെ. ഇവിടെ മരുന്ന പ്ലാവ് മുറിക്കാൻ ആൾ വരും. അതിനു മുമ്പ് ഞാൻ ഈ കൊമ്പം ക്ലിയർ ചെയ്തേക്കാം. അത് ഒരുമിച്ച് അങ്ങോട്ട് മുറിച്ചാൽ മതി. നീ വേഗം പോട്ട് റെഡിയാ, രാവിലെ മീറ്റിങ്ങുകളല്ലേ. ഓഹോ, അതിനു മുമ്പ് ഒന്ന് വൃത്തിയാക്കിയേക്കാം. അല്ല ജെറി, ഞാൻ ഇത് പ്രശ്നമില്ല. ഇല്ല, കുഴപ്പമില്ല, ഞാൻ വൃത്തിയാക്കോളന്നേ. ഞാൻ പിന്നെ മനസ്സിലുള്ളത് പറയും, അറിയാലോ, കാര്യാക്കണ്ട. ഒരാൾ തോറ്റു കൊടുക്കുന്നതാണ് നല്ലത്. ഇയാളെ കൊണ്ടത് കഷ്ടമുള്ളൂ. നമസ്കാരം. ഒന്ന് നിന്നേ. നിങ്ങൾ ഭാര്യമാര് തമ്മിലേ ഉള്ളൂ പ്രശ്നം. നിങ്ങൾ തമ്മിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇങ്ങോട്ട് വന്ന് വാ. ഈ പ്രായത്തിൽ പല്ലൊക്കെ പോയി വരാൻ വലിയ പാടായിരിക്കും. അപ്പൊ ഈ നാവ് കാരണം പല്ലിനാണല്ലോ സാറേ കിടക്ക പ്രതിയോട്. അയ്യോ, വയസ്സായ കാലത്ത് ചാവാ നടക്കാം. അച്ചായനൊക്കെ എന്തൊരു സാമൂഹ്യ ദ്രോഹിയാടാ. നമ്മൾ വെറുതെ സംസാരിച്ചോണ്ടിരുന്ന അയാളൊന്ന് പെട്ടെന്ന് വഴക്കാക്കി മാറ്റി. പ്രിയയുടെ വളവളന്നുള്ള സംസാരം കേട്ടാ ആർക്കും വഴക്കാണെന്നേ തോന്നുള്ളൂ. ഞാൻ പ്രിയ കുറ്റം പറയില്ല. പ്രിയ പോലെ ഇത്രയും വൃത്തിയൊക്കെ നോക്കുന്ന ഒരാളിന് ഇത്രയും ചപ്പും ചവറ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും റിയാക്ട് ചെയ്യൂടാ. ഏട്ടാ സാർ വിളിക്കുന്നുണ്ടല്ലോ. ഹലോ സാർ. ഈ ഡിസൈൻ ഇപ്പോഴത്തെ ട്രെൻഡാണ് മാഡം. ആണല്ലേ? എന്നാ ഇത് മതി. അത് വേണ്ട. താങ്ക് യു. ഇനി നമുക്ക് നമ്മുടെ വർക്ക് ഷെഡ്യൂളിനെ കുറിച്ച്. ഈ പ്രണയ നിമിഷങ്ങളിൽ ഞങ്ങളെ ഒഴിവാക്കി തരണം. ശരിയാണ് സാർ. ഇപ്പൊ ഞാൻ ആരോട് സംസാരിച്ചാലും അവർക്കൊക്കെ എന്നോട് പ്രണയം തോന്നും. എന്നിട്ട് ആ പ്രേമൊന്നും ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. അതൊന്നും പരിപാടി നടക്കൊന്നുമില്ല. നമുക്ക് ഈ പ്രോഗ്രാമൊക്കെ ഒന്ന് റീഷെഡ്യൂൾ ചെയ്താലേ. ഹലോ, ഒരു ഹലോ. ബിസിയാണോ? എടി, ഞാൻ മീറ്റിംഗില്ല. കാര്യം പറ. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. പറ നീ. വീട്ടിൽ വന്നിട്ട് പറയാം. ഓക്കെ. ഒരു സർപ്രൈസാ. ഓക്കെ. ഈ തലയിലൊക്കെ നേര. അതെ, വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. ഒന്ന് അത്യാവശ്യമായിട്ട് വീട് വരെ പോണം. എന്തു പറ്റി? പ്രശ്നമൊന്നുമില്ല. എന്താ ഗുഡ് ന്യൂസ് ആണെന്ന് പറഞ്ഞത്. സർപ്രൈസ് ആണ്. വീട്ടിൽ ചെന്നിട്ട് പറയാന്ന് പറഞ്ഞു. സർപ്രൈസ്, ഗുഡ് ന്യൂസ്, കല്യാണം കഴിഞ്ഞിട്ട് 5 മാസം. അപ്പോ എന്തായിരിക്കും? വേറെ നല്ല ജോലിയെല്ലാം കിട്ടിയിട്ടുണ്ടാവും. അവനൊരു കൊച്ചുണ്ടാവാൻ പോവാന്ന്. ആണോ? എന്തേ, വല്ല ഡൗട്ട് ഉണ്ടോ? കൺഗ്രാറ്റ്സ്. പെട്ടെന്നല്ലേ ഞാൻ പറയണോ? അല്ലല്ല, ഇവിടെ കുറെ കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. ഇയാളോട് ഞാൻ ഓട്ടോ പിടിച്ചു വന്നോളാം. ശരി. ജെറി, ചെലവ് വേണേ. ആദ്യം വരവുണ്ടാവട്ടെ, എന്നിട്ടല്ലേ ചെലവ്, അല്ലേ? പെട്ടെന്ന് ആയിക്കോ, താമസിക്കണ്ട. സാറിന്റെ കല്യാണം കണ്ട എത്ര വർഷമായി? കഷ്ടം. ഇവിടെ ഇപ്പം എന്തിനാ മീറ്റിംഗ് കിടക്കണ? പൊടിയുണ്ട് ഇവിടെ ഒക്കെ അല്ലേ, തുടക്കണം.
അങ്ങനെയാണോ? ഹലോ, നമസ്തേ. നിറഞ്ഞ മനസ്സോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ചേടാ, അളിയനും ഭാര്യയൊക്കെ ആദ്യമായിട്ട് വരുമല്ലോ, ഒരു ഓളവും ഉത്സവമൊക്കെ വേണ്ടേ? അല്ലയോടി? പിന്നല്ലയോ, അന്ന് നിങ്ങളുടെ ആ ഒളിച്ചോട്ടേ. അതിനുശേഷം ഇന്ന് ഇച്ചായനെ ഈ ഒരു മൂടി കാണുന്നേ. പറഞ്ഞില്ലായിരുന്നു, എപ്പോഴും ടെൻഷനായിരുന്നു. എല്ലാരോടും ചുമ്മാ തന്നെ ഷൗട്ടിങ്ങാ. മൊത്തത്തിൽ ആളങ്ങ് ഡള്ളായി. BP ഷൂട്ട് ചെയ്ത് ഹോസ്പിറ്റലിലും കടന്നു ഒരു ദിവസം. ആണോ? നീ വെറുതെ അവരുടെ BP കൂടെ കൂട്ടാതെ. നിന്റെ കൊളീഗ് ഇപ്പൊ ട്രാൻസ്ഫർ ആയി എബിയില്ലേ, പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്, വില്ല വാങ്ങിയതും നന്നായിട്ട് സെറ്റിലായതും ആകെ അങ്ങ് സന്തോഷമായി. ഇനി ഒരു സത്യം പറയാം, ആ കെട്ട നാറി പന്ന പെരട്ട കച്ചട താടിക്കാരൻ, സോറി മോളെ, അവന്റെ കയ്യിലാണ് ഞാൻ ഇവിടെ പിടിച്ചു കൊടുത്തതെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതെന്റെ അളിയനാണെന്ന് പറഞ്ഞ് ആ എച്ചി കണക്ക് പറയുന്നവനെ ആർക്കെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ? അയ്യേ, ഇത്രയൊക്കെ സുതിച്ചിട്ടും കല്ലുപോലെ നിൽക്കുന്ന കണ്ടില്ലേ? വാ തുറന്ന് എന്തെങ്കിലും പറയണിയാ. എന്റെ റിലേറ്റീവ്സ് ഒക്കെ മുംബൈയിലാ. ഇവളുടെ ആണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയും. ഞങ്ങളാകെ ഒരു ഒറ്റപ്പെട്ട ഫീലായിരുന്നു. ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു റിയൂണിയൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ഇതിപ്പോ ജെറി പറഞ്ഞതുപോലെ റീയൂണിയൻ ദിവസമാണ്. നമ്മൾ വീട് വരെ ഒന്ന് പോകുന്നു, അമ്മച്ചി ഒന്ന് കാണുന്നു, തിരിച്ചു വരുന്നു. അയ്യോ അല്ല, മാധവും ഇവളെല്ലാം പറഞ്ഞു വേഗം തിരിച്ചു വരാന്നേ. അവിടെ എല്ലാരും കാത്തിരിക്കുക. ജെറി, ഞാൻ വന്നിട്ടോ. പ്രിയ, നീ റെഡിയായോ? ഒരു മിനിറ്റ് പോലും ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. ഇതാ നോക്കിയേ, അന്നയ്ക്കൊരു ചുരിദാർ, ജെറിക്കൊരു ഷർട്ട്. അന്ന നിന്നോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. എന്തേ? എന്നിട്ട് അവൾ എന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ലല്ലോ. ഇനി നീ ഇത് പോയി ചോദിക്കാനും നിൽക്കണ്ട കേട്ടോ. ചിലപ്പോ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ചുമ്മാതല്ല, അത് വനിച്ചിട്ടാ. ഒന്ന് പോയേ, വിട്ടേ, സമയമില്ല, പോ. സമയമില്ല അല്ലേ? അന്ന, ഇവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ ബൈക്ക് ഇരിക്കുന്നുണ്ടല്ലോ. ഞാനാണ് വിളിച്ചു നോക്കട്ടെ. ഇനി ഹോസ്പിറ്റലിൽ എങ്ങാനും പോയിട്ടുണ്ടാവും. എങ്കിൽ നമ്മളോട് പറയില്ലേ? എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അബുവിനെ വിളിച്ച് ചോദിക്കാം. ഹലോ. അബു, പാർട്ടിയൊക്കെ എന്തായി ഭായി? ജെറി നിന്നെ വിളിച്ചോ? ഇല്ല, നിങ്ങൾ ഒരുമിച്ചല്ലേ? വിളിച്ചിട്ടില്ല അബുവിനെ.
ഹലോ ഹലോ ഇപ്പോൾ ഡയൽ ടോൺ സബ്സ്ക്രൈബ് ചെയ്യാം 15 ദിവസത്തേക്ക് വെറും 20 രൂപയ്ക്ക്. ശരിയാണ്. സ്പീക്കറിലിട്. ഹലോ എവിടെയാടാ മനുഷ്യൻ വെറുതെ ടെൻഷൻ അടിച്ചാകെ? ജെറി ഹോസ്പിറ്റലാണോ? അവക്ക് എങ്ങനെയുണ്ട്? ഒന്ന് പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ ജെറി? എടാ ഞാൻ ഇവിടെ അന്നേരം വീട്ടില ജെറി ഏയ് പ്രിയ, ഏയ് അതിനെ നശിപ്പിക്കണ്ട, വേറെ ആർക്കെങ്കിലും കൊടുക്കാം. ഒരു കാര്യം ചെയ്യ്, ഡ്രസ് ചെയ്തല്ലേ, നമുക്ക് പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാം. പിന്നെ വേണ്ട, ഇനി അവിടെ ചെല്ലുമ്പോ റെസ്റ്റോറന്റും ഉണ്ടാവില്ല, വല്ല ബന്ധു വീട്ടിലും പോയി കാണും. ഏയ് പ്രിയ, ഒരു ബന്ധുക്കളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട പോലെ ആയിരുന്നില്ലേ? പെട്ടെന്ന് പിണക്കമൊക്കെ തീർന്നു കഴിഞ്ഞപ്പോ തീർന്നപ്പോ മനഃപൂർവ്വം ന്യായീകരിക്കാനാണെങ്കിൽ ലോകത്തിലെ എല്ലാത്തിനെയും ന്യായീകരിക്കാം. ആത്മാർത്ഥമായിട്ട് പറ, അവർ ഈ കാണിക്കുന്നത് മര്യാദയാണോ? നല്ല ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു, ടെൻഷൻ അടിച്ചിട്ടിരിക്കുമ്പോഴാ അവര് ഈ കൊമ്പ്. എത്ര ദിവസമായി ഞാനിതൊന്ന് മുറിക്കാൻ പറയണു, അനങ്ങുന്നില്ലല്ലോ. എന്താ അത്ര ആലോചിക്കാൻ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അവർ ഈ ചെയ്തത് ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. അവിടെ കിടന്നടിക്കട്ടെ, തുറക്കണ്ട. ശരി മാധവോ, ഓ നിങ്ങളാ അതുണ്ട്. എന്താണ് ഇവിടെ വിളിച്ചു എനക്കില്ലാതെ? പ്രിയക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു, അപ്പൊ നേരത്തെ കിടന്നു. ഏതായാലും രണ്ടുപേരോട് ഞാൻ വലിയൊരു സോറി പറയാൻ. ഇവര് പറഞ്ഞായിരുന്നു ഇന്നത്തെ ഗെറ്റ് ടുഗദറിന്റെ കാര്യം. ഞങ്ങളാ ഇവരെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയത്. വി ആർ റിയലി സോറി. സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കുറച്ച് ടയർഡാണ്. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടു. ദാറ്റ്സ് ഓൾ റൈറ്റ്. ഞങ്ങൾക്കും ധൃതിയുണ്ട്. നിങ്ങൾ 4 പേരും കൂടെ പ്ലാൻ ചെയ്ത ഔട്ടിങ് നാളെ നമ്മൾ 6 പേരൂടെ നടക്കും. അയ്യോ, നാളെ പറ്റില്ല. നാളെ എനിക്കൊരു ബൾക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ആ ഓർഡർ മറ്റന്നാ പ്ലീസ് ചെയ്യാം. നാളെ നമ്മുടെ പാർട്ടിയാ, നിങ്ങൾ ഒന്നും പറയണം. അല്ല, നാളെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയും ചെയ്യും. അയ്യോ, നാളെ പ്ലീസ്, ഞങ്ങളുടെ റിക്വസ്റ്റ്. ആ, പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. ശുദ്ധമായ മുന്തിരി ഉണ്ടാക്കിയതാ. അളിയനൊരെണ്ണം കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണം മാധവൻ. ഹേയ്, ഇതൊന്നും ഇവിടെ ശീലമില്ല, വെറുതെ പോലും വീട്ടിൽ വെക്കാറില്ല. സോറി. ഞാൻ പ്രിയയുടെ ഭാഗത്ത്. ഈ ഒരു സാധനത്തിൽ നിന്നും എത്രയും മാറി നിൽക്കുന്നോ അത്രയും നല്ലത്. പക്ഷെ എനിക്കൊന്നും ഇത് വേണം. ഇതിപ്പം ഉപയോഗിക്കണ്ട, ഒരു ഗിഫ്റ്റ് അല്ലേ? വില കൂടിയ ഗിഫ്റ്റ് ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കുന്നല്ലേ നല്ലത്. അതാണ് നല്ലത്. അല്ല, അതും നേരാ. ഏതായാലും ബാക്കിയൊക്കെ നാളെ വൈകുന്നേരം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇനി ഇത് ഞാൻ അടിച്ചു തീർക്കണം. നമ്മളെ വല്ലാതെ കൊച്ചാക്കി. ഉറപ്പാ ഇച്ചാനും ടെസ്റ്റേച്ചിക്കും ഒക്കെ വല്ലാതായി കാണും. പ്രിയ സ്വന്തം സിസ്റ്ററിനെ പോലെയാണ്. മാധവൻ എന്ന് വെച്ചാൽ 2 ശരീരവും ഒരു മനസ്സുമാണെന്ന് പറഞ്ഞ് ശ്വാസം വിട്ടില്ല. അപ്പോഴത്തേക്കും അല്ല, നമ്മളൊന്ന് പറഞ്ഞിട്ട് പോകണ്ടായിരുന്നു. എന്തിന്? ഇതിപ്പോ നമ്മളെക്കാൾ കൂടുതൽ സന്തോഷിക്കുക അവരായിരിക്കും. അങ്ങനെയല്ലേ നമ്മൾ വിചാരിച്ചേ. ഇച്ചാനാണെങ്കിൽ സോറിയും പറഞ്ഞു. ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ അതിപ്പോ എന്തായാലും റിജക്ട് ചെയ്യുന്നതിനേക്കാളും വലിയൊരു ഇൻസൾട്ട് വേറെ ഇല്ല.
ഉപയോഗിക്കാത്ത ഒരാള്. അത് പോട്ടെ, വിട്ടേക്ക്. വെറുതെ എന്തിനാ ആവശ്യമില്ലാതെ. എന്റെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്ന് മാഞ്ഞു പോകത്തില്ല. പിന്നെ എന്തുവായിരുന്നു ഇന്ന് രാവിലത്തെ ആവശ്യം? 2 പ്ലാവല അങ്ങോട്ട് വീണെന്നും പറഞ്ഞോണ്ട് ഒരുമാതിരി. നമ്മൾ റിയാക്ട് ചെയ്ത് കുറച്ച് കൂടി പോയി. ഒന്നുമില്ലെങ്കിൽ അവരുടെ ഫാമിലി റിയൂണിയൻ ആയിരുന്നല്ലേ? സാരമില്ല, നാളെ ഈവനിങ് നമുക്ക് പോകുമ്പോ കോമന്റ് സെറ്റ് ചെയ്യാം. പിന്നെ ചെന്നാൽ ഉടനെ ഇൻവിറ്റേഷൻ അയക്കും. പെട്ടെന്ന് തന്നെ 4 പേരും വിസ അടിപ്പിച്ചോണം. അമേരിക്കയിൽ 15 രാത്രിയും 14 പകലും ഞങ്ങൾ തന്നെ സ്പോൺസർ ചെയ്തിരിക്കുന്നു, ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ. അല്ലൂടി എന്താടി അമേരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് നിനക്കൊരു ഫീല് വരുന്നില്ലല്ലോ? അല്ല, അമേരിക്ക കുറഞ്ഞു പോയോ? എന്നാ പറ, ആർട്ടിക്ക, അന്റാർട്ടിക്ക പറഞ്ഞോളൂ. അതെ, ഞാനൊരു വൈൻ ഓർഡർ ചെയ്യുക, കൂടുന്നവർക്ക് കൂടാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കാര്യത്തിൽ ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല, ആരുടെ ഉപദേശം കേൾക്കത്തുമില്ല. ഇച്ചായ വേണ്ട, ഇച്ചായൻ ഒറ്റയ്ക്ക് വൈനൊക്കെ തന്നെ, പക്ഷെ ഇതില്ലാതെ ഇച്ചായന് പറ്റില്ല എന്ന് തോന്നും കാണുന്നവർക്ക്. കണ്ടോ, ഇതാണ് രക്തബന്ധത്തിന്റെ ഒരു കെയർ. വേണ്ട, എന്റെ പെങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ചങ്ക് തകരുന്ന വേദനയോട് ഇന്നത്തേക്ക് ക്യാൻസൽ. എന്താ അണ്ണാ, നമ്മളൊക്കെ അറിയുന്നവരല്ലേ, ഇച്ചായൻ കഴിച്ചോട്ടെ. ഇച്ചായൻ ഒറ്റയ്ക്ക് കഴിക്കണ്ട. അളിയന് ഞാൻ ഒരു കമ്പനി കൊടുക്കാൻ പോവാ. ഒരു റെഡ് വൈൻ. എനിക്കൊരു വൈറ്റ് വൈൻ. കഴിക്കില്ല എന്നല്ല പ്രിയ പറഞ്ഞത് വെറുതെ ആയിരുന്നല്ലേ ഞങ്ങളെ പറ്റിക്കാൻ? അതുകൊണ്ടൊക്കെ ഇതിവിടെ വേണ്ടാന്ന് പറഞ്ഞത്. ഓക്കെ, ഇന്നലെ ഞാൻ പറഞ്ഞത് പിൻവലിച്ചിരിക്കുന്നു. തോന്നുമ്പോ പറയാ, തോന്നുമ്പോ പിൻവലിക്കുക. ബാക്കിയുള്ളവരൊക്കെ അതിനനുസരിച്ച് നിക്കണം എന്നാണോ? അതെ, ഇനി ഞാനൊരു ലോക തത്വം പറയാം. ഈ ഫുഡ് അധിക നേരം ഇരുന്നാൽ തണുത്തു പോകും. അതുകൊണ്ട് ഇതങ്ങോട്ട് കഴിക്കുക. ജെറിയൻ മാധവ് സൈനിങ് ഓഫ് ഫ്രം ഹലോ നമസ്തേ. നാളെ നമുക്ക് വീണ്ടും ഹലോ നമസ്തേയിൽ കേൾക്കാം. എന്താടാ എന്തൊരു മിസ്സിംഗ് പോലെ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഷോയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? അല്ല, വല്ലാതെ മെക്കാനിക്കലായിട്ട് അങ്ങ് ചെയ്ത പോലെ. സാറിന് തോന്നിയതായിരിക്കും. ഒരു മിനിറ്റ്. ശരി. ഇന്നിനി എന്താണാവോ? അന്നാ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ പ്രിയ? മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. ഈ പ്ലാവ് അല്ലെങ്കിൽ ഇതിന്റെ ഈ കൊമ്പ് ഇന്ന് മുറിക്കണം. ഒട്ടയും പുഴുവും ഛർദിക്കാൻ വരുന്നു. അതിനിങ്ങനെ ഒച്ച ഉണ്ടാക്കണോ? നമ്മൾ ഈ വില്ല വാങ്ങുമ്പോഴേ ഉണ്ടായിരുന്നോ ഈ പ്ലാവ്? ഈ കൊമ്പ് അന്നേ അങ്ങോട്ട് ചാഞ്ഞു തന്നെ ആയിരുന്നല്ലോ. ന്യായം ഒന്നും പറയണ്ട, എനിക്കിനി ഇത് സഹിക്കാൻ പറ്റില്ല. എന്ത് പറയാ? എന്ത് പ്രശ്നം? ഒന്നുമില്ല, ഈ പ്ലാവ് മുറിക്കണം, അത്ര തന്നെ. ചേട്ടാ, അത് നേരത്തെ തന്നെ മുറിക്കേണ്ടതല്ലായിരുന്നു? അതെ, അങ്ങനെയായിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് തലവേദന ഇല്ലാതെ ജീവിക്കായിരുന്നല്ലോ. എന്താ പ്രിയ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടാ, ഇതിനൊരു സൊല്യൂഷൻ കാണും. എടാ, നിനക്കറിയാവുന്നല്ലേ, ഞാൻ വിളിച്ചല്ലേ, ആളെ കിട്ടണ്ടേ? എടാ, ശ്രമിച്ചിരുന്നെങ്കിൽ ആളെ കിട്ടാനാണോ പാട്? ഇവിടെ ഇഷ്ടം പോലെ ബംഗാളികളില്ലേ? എന്താ നിങ്ങൾ ഒരു ബംഗാളി വിളിച്ചോണ്ടോ? എന്താ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ തീർത്തോളാം. നിങ്ങൾ തീർത്തോളൂ, പക്ഷേ ഈ ഒച്ചയും ബഹളമൊന്നും ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. എന്തിനാ വെറുതെ നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാനായിട്ട് ഈ ബഹളം? ഈ ഒരു അവസ്ഥയിൽ ആരാണെങ്കിലും ബഹളം വെച്ച് പോകും. ഇവിടെ ആയതുകൊണ്ട് ഇത്രയും ചെയ്തുള്ളൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ കൊമ്പ് ഞങ്ങൾ തന്നെ അങ്ങ് മുറിച്ചോളാം. അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ പ്ലാവാരും മുറിക്കണ്ട. ഓഹോ, അതിന്റെ അർത്ഥം ഞങ്ങളിത് സഹിക്കണമെന്ന്? അത് കുറച്ച് ബുദ്ധിമുട്ടാവും. ഞാനിന്ന് രാത്രി തന്നെ ആളെ വിളിക്കും, ഈ കൊമ്പും മുറിക്കും. അത് പറ്റത്തില്ല. എന്ന് വെച്ചാൽ സമയമാകുമ്പോൾ ഞാൻ തന്നെ അങ്ങ് മുറിക്കും. പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയല്ല എക്സ്പ്രസ് ചെയ്യേണ്ടത്. നീ ആവശ്യമില്ലാതെ സംസാരിക്കരുത് കേട്ടോ. നീ എന്നെ സംസാരിക്കാൻ പഠിപ്പിക്കണ്ട. ഭാര്യയും ഭർത്താവും കൂടെ മനുഷ്യന്റെ സ്വഭാവം മോശമാക്കരുത്.
നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. എന്താ വേണ്ട? ഒരു കോഫി വേണം. കോഫി. ചക്കപ്പഴത്തിന് മണമുണ്ടോ? ഒരു കോഫി തരാം. മണം കിട്ടുന്നുണ്ട് ചക്കപ്പഴത്തിന്റെ? ഇല്ല. കോഫി അല്ലേ? അപ്പൊ എനിക്കൊരു ചായ. എടാ, ഞാൻ ചോദിച്ചത് കോഫിയാണ് അബു. ഞാൻ ചായല്ലോ. ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയാ പോരെ? ഇത്രയേ ഉള്ളൂ. മതി മതി. എന്താണ് ഭൈ? മാധവ്, ഡാ, ഇച്ചായം വന്ന് വിളിച്ചു, ഞങ്ങൾ പോയി. അത് ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല. ആര് ഇഷ്യൂ ആക്കി? അത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മളെ ബാധിക്കുന്നില്ല. എടാ പ്രിയ, ഇത് ഇത്ര ഇമോഷണൽ ആയിട്ട് ഡീൽ ചെയ്തുകൊണ്ടാണ് സംഗതി ഇത്ര വഷളായത്. അന്നേം ഡീൽ ചെയ്തത് വളരെ ഇമ്മച്ചോടായിട്ട് എനിക്ക് തോന്നിയത്. ഓഹോ, തർക്കിക്കാൻ ഞാനില്ല. എനിക്കും തർക്കിക്കാൻ ഒരു താല്പര്യമില്ല. ആ പ്ലാവ് ഞാനും മുറിച്ചേക്കാം, അപ്പൊ പ്രശ്നം തീർന്നല്ലോ. അതായിരിക്കും രണ്ടു കൂട്ടർക്കും നല്ലത്. അതല്ല മാധവ് നല്ലത്. അത് മുറിക്കണ്ട, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് പറയുന്നതാണ് നല്ലത്. തത്വമൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ് ചെറിയ. അനുഭവത്തിൽ വരുമ്പോ നമ്മളൊക്കെ പഠിക്കുള്ളൂ. ആ ആയിക്കോട്ടെ. ഏതായാലും രണ്ടല്ലേ പറ്റിയുള്ള തർക്കം വേണ്ട, അതങ്ങ് മുറിച്ചേക്കാം. ദേ, നിങ്ങൾ രണ്ടാളും ജയമോ സാറെ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. സർ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഫാബ്രിക് ഒന്ന് മാറ്റി പിടിക്കാം. മറൈൻ ഡ്രൈവിൽ ചക്ക മഹോത്സവം നടക്കുക കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ. നമ്മുടെ സ്പോൺസർ തന്നെ അതിന്റെ സ്പോൺസർ. ഇനി മുതൽ ഒരാഴ്ചത്തേക്ക് ഈ ചക്ക മഹോത്സവമാണ് നമ്മുടെ ഫാബ്രിക്. തുടങ്ങിക്കോ. ചക്കയാ സർ? ചക്ക വേണ്ട സർ. സർ, നമുക്കൊരു മാങ്ങ വല്ലതും പിടിക്കാം. മാങ്ങയില്ലെങ്കിൽ കുഴപ്പമില്ല, വല്ല തേങ്ങ. ചക്കപ്പഴത്തിന് പറയും തേങ്ങപ്പഴം. ഞാൻ എന്റെ സ്പോൺസർ പറഞ്ഞതിന്റെ അപ്പുറം വേറെ ഒന്നും ചെയ്യില്ല. സർ, ഈ ചക്ക, ചക്കക്കുരു ഭയങ്കര ചീപ്പ് ഫാബ്രിക് ആണ് സർ. ഞാൻ നിങ്ങളോട് ചക്ക വിഴുങ്ങാനല്ലോ പറഞ്ഞത്, പരിപാടി അവതരിക്കാനല്ലേ പറഞ്ഞോളൂ. ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്, പോയി പ്ലാൻ ചെയ്യും. മധുരം കട്ട. സാറിന് ചക്കട മണം എനിക്കും കിട്ടി. എനിക്ക് മണത്തോ? മണമുണ്ട്. ചായക്ക അല്ല, ചക്കക്ക്. ഗുഡ് മോർണിംഗ് കൊച്ചി. നിങ്ങളുടെ ഏവരുടെയും പ്രിയപ്പെട്ട ഷോയായ ഹലോ FM-ന്റെ ഹലോ നമസ്തയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് ജെറി, RJ മാധവ്, എന്റെ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനെയും ഹലോ നമസ്തയിലേക്ക് ഒരു തവണ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വളരെ രസകരമായ ഒരു സ്ഥലത്തേക്കാണ്. എവിടേക്കാണ് മാധവ്? മെറൈൻ ഡ്രൈവിലേക്ക്. അവിടെ നടക്കുന്നത് ചക്ക മഹോത്സവമാണ്. ചക്ക മഹോത്സവം സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൽ ആദ്യമായി കൊച്ചിയിൽ അതാ നടക്കുന്നു ചക്ക മഹോത്സവം. ചക്കയെ പറ്റി പറയുകയാണെങ്കിൽ ചക്ക മലയാളികളുടെ ഇഷ്ട വിഭവമാണ്. ചക്കയട, ചക്ക പായസം, ചക്ക അവിയൽ, ചക്ക വരട്ടിയത്, ചക്കത്തോരൻ, ചക്ക പുഴുക്ക്, ഇങ്ങനെ ഒരുപാട് രസകരമായ വിഭവങ്ങൾ നമ്മൾ ചക്കയിൽ നിന്നുണ്ടാക്കുന്നു. അതേപോലെ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യമുണ്ട്. മാധവന്റെ വൈഫ് പ്രിയ വളരെ നല്ലൊരു ബേക്കറാണ്. അവർ വളരെ നന്നായിട്ട് ചക്ക കേക്ക് ഉണ്ടാക്കുന്നതാണ്. അതെ, ബേക്കർ ആവുക എന്നുള്ളതും ചക്ക കൊണ്ട് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളതും അതൊരു ക്വാളിറ്റിയാണ്. ഒരുപക്ഷെ അത് കഴിക്കാനുള്ള ഭാഗ്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഉണ്ടായിട്ടുണ്ടാവില്ല. നമുക്ക് മാറ്ററിലേക്ക് തിരികെ വരാം. ചക്ക മഹോത്സവം. അതിനോടനുബന്ധിച്ച് ഞാൻ ഏവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, എല്ലാവരുടെയും വീട്ടിലൊരു ഒരു ചക്കക്കുരു നടുക. അതൊരു പ്ലാവാകട്ടെ, കേരളം ഒരു പ്ലാവളമാകട്ടെ. ചക്കക്കുരു നടുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. ചക്കക്കുരു കുഴിച്ചിട്ട് അത് വലുതായി ഒരു പ്ലാവാകുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ അയൽവാസി ബുദ്ധിമുട്ടരുത്. അദ്ദേഹത്തിന്റെ ജീവിതം ഒരിക്കലും നിങ്ങൾ താറുമാറാക്കരുത് എന്ന് പറയാൻ പാടില്ല. ഒരു തെറ്റായ പ്രയോഗമാണ്, അതങ്ങനെ പറയാൻ പാടില്ല. അതിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം. പ്ലാവില് നമ്മൾ നൊസ്റ്റാൾജിയാണ്. പ്ലാവില് കൊണ്ട് കുമ്പിള് കുത്തി കഞ്ഞി കുടിക്കാത്തവരെ ആരുണ്ട് സുഹൃത്തുക്കളെ? അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറുപ്പത്തിൽ നമുക്ക് നമ്മുടെ അച്ഛനപ്പന്മാര് തൊപ്പി ഉണ്ടാക്കി, പ്ലാവിന് കൊണ്ട് തൊപ്പി ഉണ്ടാക്കി നമ്മുടെ പോലീസുകാരാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പ്ലാവ് മുഖേന അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ഇടപെടുക തന്നെ ചെയ്യും. അത് പറയുകയാണെങ്കിൽ അത് ക്ഷുദ്രന്മാരുടെയും വിവരദോഷികളുടെയും ഭാഷ മാത്രമാണ്. മാത്രമല്ല ഞാൻ ഓർമ്മിപ്പിക്കുന്നു, പോലീസുകാർ മരം വെട്ടുകാരല്ല. അതുപോലെ തന്നെ പോലീസുകാരെ ഭയന്ന് ആരും ഇതുവരെ മരമോ മരത്തിന്റെ കൊമ്പോ വെട്ടാറില്ല. മാധവ്, എന്റെ അയൽവാസി ഒരു പ്ലാവ് നടുകയും അത് മുഖേന എന്റെ ജീവിതത്തിനെയോ അല്ലെങ്കിൽ എന്റെ വീടിനെയോ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ഇടപെടുകയും ആ പ്ലാവ് മുറിച്ചു മാറ്റുകയും ചെയ്യും. ചെറിയ നമുക്കൊരു സോങ്ങിലേക്ക് കിടക്കാം. മാധവ്, ടേക്ക് ഇറ്റ് ഫ്രം മീ.
എന്റെ പ്ലാവല്ല, അതിന്റെ കൊമ്പ് പോട്ടൊരു ചില്ല പോലും വെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അത് മുറിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരും. എടാ നിന്നെ പോലൊരു കിഴങ്ങനെ ഫ്രണ്ടാക്കി എന്നെ പറഞ്ഞാൽ മതി. ഞാനില്ലെങ്കിൽ ഷോ നടക്കില്ലായിരുന്നു. നീയാടാ കിഴങ്ങൻ. ഞാനല്ലേ കാണാറുന്നു. എന്ത് കാണാനടാ? നീ എന്തുണ്ടാക്കി? മാധവ് ഇവിടെ നിന്നാ മതി. അതെന്താ കൂടെ വന്ന കണ്ട് മൂക്കി കെറ്റി കളയൂ. മുറിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അച്ഛൻ നിങ്ങളിവിടെ നിൽക്കുക. ഞങ്ങൾ പോയി. ഞങ്ങൾ കമ്മിറ്റി കൂട്ടിയിട്ട് നേരിട്ട് വരുന്ന വഴിയാ. ഇരിക്കൂ. ചായ ഒന്നും വേണ്ട. അതുമല്ല, അയൽപക്കക്കാരുടെ മുമ്പിൽ ആകെ അങ്ങ് പൊട്ടയായിരിക്കില്ലേ. ആ മനപ്രയാസത്തിനിടയിൽ അന്നോ ചായ. മിസ്റ്റർ ജെറി, ഈ കോളനിയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ആദ്യമായിട്ടാ. ഒത്തുതീർപ്പിന് വന്ന ആളെ ഭാഗം പറയാൻ പാടില്ല. എന്നാലും പറയും, ഇതെന്താ ഈ കൊച്ചനാണോ പ്ലാവിന്റെ കൊമ്പ് അങ്ങോട്ട് ചരിച്ചു വെച്ചത്? അല്ലെങ്കിൽ കിട്ടുന്ന വിലക്ക് അങ്ങ് വിറ്റേച്ച് പോണോന്ന്. ബിൽഡേഴ്സ് നല്ല ഉദ്ദേശത്തിലാ ലാൻഡിലെ മരങ്ങൾ വെട്ടാതിരുന്നത്. അതിപ്പോ ഇങ്ങനെയോ ആയി. അതുമല്ല ചേച്ചി, ഈ കോളനിക്കാരുടെ മുമ്പിൽ ഞങ്ങളെ അവര് വഴക്കാളികളാക്കി. അതൊന്നും സാരമില്ല. നമുക്കൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമല്ലോ. അതിപ്പോ അപ്പുറത്തുള്ള അയാൾക്ക് കൂടെ അറിയണ്ടായോ? ഞങ്ങളുടെ ഒരു റിക്വസ്റ്റാ, അങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്ന കൊമ്പങ്ങ് മുറിച്ചേക്ക്. ഇത് കോളനിക്കാരുടെ മൊത്തത്തിലുള്ള റിക്വസ്റ്റ് ആണെന്ന് വെച്ചു. ഒരുത്തനെയും പേടിച്ചിട്ടൊന്നുമല്ല. നിങ്ങളോട് റെസ്പെക്ട് ഉണ്ടല്ലോ. മുറിച്ചേക്കാം. കൊമ്പല്ല, മരം തന്നെ മുറിച്ചേക്കാം. താങ്ക് യു. താങ്ക് യു ജെറി. താങ്ക് യു. നമുക്കിറങ്ങാം. പുള്ളിയൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ സെക്രട്ടറി, ഒരുത്തിനെ നോക്കിയിട്ടല്ല എന്നുള്ള അവന്റെ ആ ഉടക്ക് വർത്തമാനമുണ്ട്. അതെനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. എന്താ അസോസിയേഷൻ പറഞ്ഞിട്ടാ മുറിക്കുന്നത്, അല്ലാതെ ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും മുറിക്കുന്ന പ്രശ്നമില്ല. എനിക്ക് ഒരുത്തന്റെ ഔദാര്യം വേണ്ട. ഞാൻ എന്റെ മര്യാദയുടെ പുറത്താണ് നിങ്ങൾക്ക് പരാതിയെന്ന്. അല്ലാണ്ട് വെട്ടിപ്പൊളിച്ചുകളെ എനിക്കറിയാൻ വളഞ്ഞിട്ടുള്ള. ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ എത്ര കാലം വെച്ചിട്ടാ സഹിക്കുക? അവളതെല്ലാം കൂടി ഇങ്ങോട്ട് വലിച്ചെറിയുന്നു. അവിടെ ഞാൻ നീ ഇങ്ങോട്ട് മാറി. സെക്രട്ടറി, ഇപ്പൊ ഞാൻ പറഞ്ഞ ബാക്കി അങ്ങ് പിൻവലിക്കുക. എന്റെ പ്ലാവ് ഒരു കാരണവശാലും ഞാൻ മുറിക്കുന്നില്ല. മാത്രമല്ല, വെട്ടാൻ വരുന്നവന്റെ കാര്യം വിട്ടും. അസോസിയേഷൻ അറിയിക്കാനല്ലേ ഞാനും അറിയിച്ചു കഴിഞ്ഞു. എന്റെ വഴിയോ കൂടാ. നിങ്ങൾ എന്തു വേണേ ചെയ്തു, എങ്ങനെ വേണേ ചെയ്തു. പക്ഷെ പ്രശ്നം ഉണ്ടായ അസോസിയേഷൻ ഇടപെടും. ഈ വെട്ടും കുത്തും കലഹമൊക്കെ ഉണ്ടാകുന്നതിനെക്കാട്ടും നല്ലത് എത്രയും പെട്ടെന്ന് കിട്ടുന്ന വിലക്ക് ഇതൊക്കെ വിൽക്കുന്നത്. ഞാൻ പറഞ്ഞേ എല്ലാവരും വീട്ടിൽ പോണം. എല്ലാവരോടും എന്റെ തലേക്ക്. ഹലോ, ജമ്പോൺ സാറല്ലേ? ആണെന്നാണ് എല്ലാവരും പറയുന്നത്. എടാ നീയൊക്കെ കാരണം ആ സ്പോൺസർ ആകെ വയലന്റ് ആയിട്ടിരിക്കുക. അറിയോ, ഈ ഷോ അപ്ഡേറ്റ് ആയിട്ട് നിർത്തിയാണ്. എന്താ സ്പോൺസേഴ്സിനോട് പറഞ്ഞേക്ക് ജെറി ഹലോ എഫും വിട്ടെന്ന് എന്റെ റെസിഗ്നേഷൻ സാറിന് മേലിൽ ഞാൻ അവിടെ നിൽക്കുന്നില്ല. ഇവന്റെ കൂടെ ഇനി ആര് വർക്ക് ചെയ്യാനാ? എടാ മക്കളെ, ചേട്ടനൊന്ന് പറയട്ടടാ. നിന്റെ ഒപ്പം ഇനി ആര് വർക്ക് ചെയ്യൂടാ? അയ്യോ, ഞാൻ ജിഞ്ചറി പോടാ. ഓറഞ്ച് പോടാ. നിന്റെ ഓറഞ്ച് പുളിക്കും. നിന്റെ ജിഞ്ചർ കൈക്കൂടാ. ഒരു കാരണവശാലും ഇവർക്ക് വിട്ടുകൊടുക്കാൻ പിന്നെ അറിയില്ലെന്നെ. എന്താ നീ വന്നേ. അതെ, സ്വന്തം വില്ലകളാ. അപ്പൊ നിങ്ങൾ ആ വില്ല വാങ്ങുമ്പോഴേ അവിടെ പ്ലാവ് ഉണ്ടായിരുന്നല്ലോ അല്ലേ? പ്ലാവ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ചില്ല ഈ മാധവിന്റെ. ഇനി മുതൽ മാധവ് എന്ന് പറയുന്ന ആളില്ല, അത് തീർന്നു. എതിർകക്ഷി, മനസ്സിലായോ? ഈ എതിർകക്ഷിയുടെ മുറ്റത്തേക്ക് ഒരു കൊമ്പ് ചാഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് ചില ഇലകളും മറ്റും മാധവിന്റെ എതിർകക്ഷിയുടെ മുറ്റത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. കുറച്ച് ഇലയൊന്നും അങ്ങോട്ട് വീണിട്ടില്ല.
അതെല്ലാം എതിർ കക്ഷി കെട്ടിച്ചു വെച്ചതാണ്. സാറേ എന്തൊക്കെയായാലും ശരി, അത് സുപ്രീം കോടതി വരെ പോയാലും ശരി, അവനെന്റെ ഒരു ചില്ല പോലും മുറിക്കാൻ പാടില്ല. ഞാൻ എത്ര കാശ് വേണം ചെലവാക്കാം, ഇതെന്റെ അഭിമാന പ്രശ്നമാണ്. സാറേക്ക് നാളെ തന്നെ സ്റ്റേ ഓർഡർ വാങ്ങിച്ചു തരണം. അതല്ല എനിക്ക് വിട്ടേരെ. എന്തായാലും ഞാൻ 2 ദിവസം വീട്ടിലോട്ട് വരാം. വേണമെങ്കിൽ പ്ലാവിന് പ്രൊട്ടക്ഷൻ കൊടുക്കാം. പിന്നെ പീസിന്റെ കാര്യം അത് ഗുമസ്തം പറഞ്ഞു കാണൂലല്ലേ? അത് മൊത്തം വേണോ? പറഞ്ഞ തുക മുഴുവനും ഉണ്ടോ കേട്ടോ? ഓ അങ്ങനെ അത് ജെറി, എന്തൊരു സൗണ്ട്? ഇടിയപ്പം പ്ലാവ് മുറിക്കുന്നത്. എന്തൊരു ശല്യമായി താമസിപ്പിക്കരുത്. കണ്ടില്ലേ രാത്രിയിൽ മനുഷ്യൻ ഞാനിവിടെ ഇവിടെ താമസിക്കാൻ അത് ശരി, നീ ആളെ വിട്ടതല്ലേ? ഓഞ്ഞ വരം പെട്ടാറേ, എനിക്ക് വേറൊരുത്തന്റെ സഹായം വേണ്ട. 2 ദിവസത്തിലെ അത് വെട്ടിയിരിക്കും. അതൊക്കെ തോന്നലൊന്നുമല്ല. വെട്ടുമെന്ന് പറഞ്ഞാ വെട്ടും. അതെ, ആ കുട്ടി വെട്ടാന്ന് നമുക്ക് പോലെ സഖി കെട്ടു. 2 കൂട്ടരും വീടും വിറ്റിച്ചു പോകുന്നതാ കോളനിക്ക് നല്ലത്. നിങ്ങൾക്ക് എന്തിനു കേടാന്ന് മനുഷ്യ? വല്ലവന്റെ വാക്ക് കേട് ഇപ്പൊ അകത്ത് കിടന്നേനെ. നിങ്ങളെ പോലത്തെ 2 വെച്ച് ആ സ്ഥാപനം നടത്താൻ എനിക്ക് നല്ലതേ അകത്ത് പോയി കിടക്കണതാ. FM-നെ കാട്ടി നല്ല ചെയ്യില്ല. 3 നേരം ആഹാരം കിട്ടും, ചെയ്യുന്ന ജോലിക്ക് ശമ്പളവും കിട്ടും. ഈ പ്ലാവേല എന്റെ FM-ന്റെ ഭാവി. ഇത്രയും നാളും കയ്യാലെ പുറത്താർന്ന്, ഇപ്പൊ ഈ പ്ലാവേലായ. മോനെ ജെറി, ചേട്ടനോട് കരുണ കാണിക്കണം. നാളെ തന്നെ നിങ്ങളൊന്ന് FM-ൽ വാ. ഒന്ന് വാടാ. ജയമോഹൻ സാർ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇയാളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഇനി ജെറിയെ കിട്ടില്ല. ഈ പറഞ്ഞ ഇയാളില്ലെങ്കിൽ കാണായിരുന്നു നിന്റെ ഒക്കെ കല്യാണം. എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കരുത്. അങ്ങനെ പറഞ്ഞു കൊടുക്കുക. എനിക്ക് താല്പര്യമില്ല. വരുന്നോ നീ പോടി. അന്നാന്നല്ല പന്നാന്ന ഇവളെയൊക്കെ വിളിക്കണ്ടേ. അവനെ ചെറിയുന്നല്ല. നല്ല ഉറുമ്പിന്റെ കടി കിട്ടിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോ. എന്തേ വിശക്കണല്ലേ? ഓ, അവിടെ ചെക്ക് എടുക്കൂലല്ലേ? നല്ലൊരു ചക്ക പഴുത്തിട്ടുണ്ടായിരുന്നു. മര്യാദക്ക് അത് തിന്നാ മതിയായിരുന്നു. പട്ടിണി തന്നെ. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേമിനെ ഒരു ബ്രീത്തിങ് സ്പേസ് പോലും കൊടുക്കാതെ നിങ്ങൾ ഇട്ടേച്ച് പോയി. അത് തന്നെ ഒരു നെഗറ്റീവാണ്. അതിലും വലിയ നെഗറ്റീവാണ് ഒരു ടീം സ്പ്ലിറ്റ് ആകുന്നത്. ജെറി മാധവ് ടീം അതൊരു അട്രാക്ഷൻ തന്നെയായിരുന്നു. പക്ഷേ മാധവ് ഒറ്റയ്ക്ക്. സാർ, ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം. സാറിന്റെ സകല FM-നെ ബ്രേക്ക് ചെയ്യും. എനിക്കൊരു ട്രെയിനിങ്ങിനെ കൂടെ തന്നാ മതി. നമുക്ക് സൂപ്പർ സ്ലോട്ട് ഉണ്ടാക്കാം. ഇങ്ങനെ സ്ലോട്ട് ഉണ്ടാക്കാൻ കഴിവുള്ളവര് ഈ ഓറഞ്ച് FM-ൽ തന്നെ ഉണ്ട്. ബട്ട് ഐ വാണ്ട് യുവർ ടീം, ജെറി മാധവ്. സോറി സാർ, എത്ര രൂപ തരാമെന്ന് പറഞ്ഞാലും എനിക്കിനി മാധവനെ വയ്ക്കാൻ പറ്റില്ല. ഐ എം സോറി മാധവ്, ഐ എം സോറി. എനിവേ, താങ്ക് യു. താങ്ക് യു സർ. ഹലോ സർ, സമയായി സർ. ചാവാനാ? അല്ല സർ, ഹലോ നമസ്തേക്ക് ഇനി 3 മിനിറ്റേ ഉള്ളൂ. എന്ത് ചെയ്യും? ഇന്നത്തേക്ക് ഏതെങ്കിലും ട്രെയിനീസിനെ കയറ്റാൻ പറ്റുമോ നോക്ക്. ട്രെയിനീസിനെയോ? ഈ പ്രോഗ്രാമോ? സാറേ, ആ പിള്ളേരൊക്കെ ആക്കി ടെൻഷനില്ല. 2 മിനിറ്റും കൂടി ഉള്ളൂ. എനിക്ക് പ്രാന്ത് പിടിക്കും. എനിക്ക് ഉറപ്പായിരുന്നു സാറിന്റെ പോക്ക് കണ്ടിട്ട് സാറിന് പ്രാന്ത് പിടിക്കാൻ സാധ്യത ഉണ്ടെന്ന്. എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകണം സാർ. കൊല്ലരുത് സാർ, ഭ്രാന്തായിന്നാ തോന്നണ. സാർ കൂട്ടരുത്, ഞാൻ ഇതുവഴി പോയിക്കോളാം പ്ലീസ്. ചെറിയ
സാർ ഞാൻ പോട്ടെ. എങ്ങോട്ട്? ഇതെന്താ? വെൽക്കം ടു ഹലോ നമസ്തേ. ഇന്ന് നിങ്ങൾക്കൊപ്പം ഉള്ളത് 2 സർപ്രൈസ് ആർജേഴ്സ് ആണ്, ജയ് ആൻഡ് അബു. അബു? ഞാൻ ജയ്. എന്നോടൊപ്പം ആരാണെന്ന് ഞാൻ പറഞ്ഞു. ആരാണ്? അബു. അബു. അപ്പൊ നമ്മൾ തകർക്കല്ലേ? എന്തിനാ തകർക്കണത്? തകർക്കല്ല, പൊളിക്കല്ലേ? പൊളിക്കല്ലേ? പൊളിക്കെന്തിനാണ്? പൊളിക്കാം, നമുക്ക് ഇടിവെട്ടാക്കാന്ന്. എനിക്ക് പേടിയാണ് സാർ. ഈ അബുവിന്റെ കാര്യം എങ്ങനെയാണ്? എന്ത് പറഞ്ഞാലും പേടിയാവുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്റെ അബു, ഈ ലോകത്ത് നമുക്ക് വേണ്ടത് ധൈര്യമാണ്. ധൈര്യം. ഈ ധൈര്യം വെച്ചുകൊണ്ട് നമ്മൾ റെയിൽവേ ട്രാക്കിന്റെ ഫ്രണ്ടിൽ പോയി ട്രെയിൻ വന്നാൽ ചത്തോലേ? പോലേ? ഈ അബുവിന്റെ ഒരു കാര്യം. ഇനി ഹലോ നമസ്തേയിൽ ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. ഒരു പാട്ട് കേട്ടതിന് ശേഷം നമുക്ക് മടങ്ങി വരാം. ഇവിടെ മനുഷ്യന്റെ ജീവൻ മരണ പോരാട്ടം നടക്കുക. അവിടെ തമാശ കളിക്കണം. ഇനി പേടിയാണ് ടെൻഷനാണെന്ന് പറഞ്ഞാണ്ടല്ലോ, നിനക്ക് തോന്നുന്നു പറഞ്ഞാൽ മതി. എടാ, വിചാരിച്ചാൽ നടക്കാത്തൊരു കാര്യമില്ല. നിനക്ക് സാലറി കൂട്ടി വേണം. എനിക്കുള്ള സാലറി ഇപ്പൊ തന്നാ മതി. വേഗം ഇരുന്നോ. ഇന്ന് തന്നെ ഒരു സാലറി വരും. തരുമോ? ഓക്കെ. പറ്റിക്കരുതട്ടാ. പാട്ട് തരാൻ പോകുന്നു. വെൽക്കം ബാക്ക് ടു ഹലോ നമസ്തേ. നമസ്തേ. ഹലോ, ഞാൻ അബു. കുറച്ച് നേരമായിട്ട് ചെയ്യുമ്പച്ചാ നിങ്ങൾ വെറുപ്പിച്ചോണ്ടിരിക്കണേന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ ഇങ്ങനെ തന്നെ തുടങ്ങാന്നൊരു അഭിപ്രായം ആദ്യം പറഞ്ഞത് ഞാനാണ് ജയ്മച്ചാനോട്. പക്ഷെ വളരെ സന്തോഷമുണ്ട് അല്ലേ, ഒന്നും പറയാൻ കിട്ടണില്ല. ഇവിടെ ഞാൻ ആദ്യം ചായയിട്ട് അല്ല ഇന്റർവ്യൂവിന് വരാൻ നേരത്ത് നമ്മൾ എന്തൊക്കെയാടാ പറഞ്ഞത്? എനിക്കൊന്നും ഓർമ്മയൊന്നുമില്ല. സാർ, താങ്ക് യു സാർ. താങ്ക് യു സാർ. ഓക്കെ. സ്പോൺസറാ, പരിപാടി കുഴപ്പമില്ലെന്ന്. നമുക്കിതങ്ങ് കണ്ടിന്യൂ ചെയ്താലോ? നാട്ടുകാരെന്ത് ചെയ്യപ്പോ? അവരിത് ഇതാക്കുന്നാണ് വിചാരം. സാറേ, എത്രയും പെട്ടെന്ന് 2 പേരും ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടാ. അല്ലെങ്കിൽ ഇത് മൊത്തം ചൊലാവും, ഉറപ്പാണ്. നമ്മളങ്ങോട്ട് പറയുന്നത് മാത്രമല്ല, അവര് പറയുന്നത് എറിയും ഇങ്ങോട്ട് കേൾക്കേണ്ടി വരും കേട്ടാ. സഖാക്കളെ, പാർട്ടി സമരങ്ങളൊന്നും ഏറ്റെടുക്കില്ല നാട്ടുകാരുടെ ഇടയിൽ ഒരു പരാതിയുണ്ട്. ഹലോ, ഞാനിപ്പോ ഇത് ആരോടാ പറയുന്നേ? ഇതന്നെ 24 മണിക്കൂർ ഇതിന്റെ മോളിൽ ഇങ്ങനെ വരച്ചെടുക്കുക. ഞാൻ ഒരു കാര്യം ചെയ്യാം, പാർട്ടി തീരുമാനങ്ങളൊക്കെ വാട്സപ്പിലിടാം. എന്തേ? ഇതാര് മാധവനോ? എന്തൊക്കെയാണ് സാറല്ലേ? ഇതിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് മാധവൻ. നമ്മളെ മഹാരാജസിന് ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി 2 കൊല്ലം. പിന്നെ പരിപാടിക്കും കേക്കല്ലേ. ഹലോ നമസ്തേ, ഗംഭീരാവുണ്ട്. എന്തേ ഇവിടെ? അപ്പം പ്ലാവാണ് പ്രശ്നം. ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊന്നും പാർട്ടി ഏറ്റെടുക്കില്ല. കയ്യും കാലും വെട്ടിക്കാണുമ്പോ ഇന്ന് തന്നെ വെട്ടാണ്ടോ പറയും. ഒരു കയ്യും കാലും വെട്ടണ്ട. എന്റെ പ്രശ്നം പ്ലാവാണ്. ഞാൻ കുറെ നാൾ നടന്നാണ് പാർട്ടി എന്നെ സഹായിക്കണം. എന്നായി ഒന്ന് കേട്ടോ, പാർട്ടി ഇടപെട്ട് കഴിഞ്ഞ് ഏറ്റെടുത്ത പ്രശ്നങ്ങളും സമരങ്ങളൊക്കെ തോൽക്കുണ്ടെന്ന് ചെറിയൊരു ആരോപണം ഉണ്ട് പുറത്ത്. അത് ശരിയാണ്. എന്നാ കേട്ടോ, കൊമ്പല്ല പ്ലാവ് എന്ന് വെട്ടിക്കാളെ നമുക്ക്. പിന്നെ സംസ്ഥാന സമ്മേളനമൊക്കെയാണ് വരുന്നത്. നമുക്ക് ചെറിയൊരു സംഭാവന വേണ്ടി വരും. ഒരു 1000 രൂപ ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. അതിന്റെ കൂടുതൽ പൂജ കൂടി കൂട്ടിക്കോ. 10,000 രൂപ? അല്ല, അത് അഡ്വാൻസ്. പിന്നെ പ്ലാവ് മുറിച്ച് കഴിഞ്ഞിട്ട് ബാക്കി റെഡിയാക്ക. ധൈര്യമായിട്ട് നിന്നോ, പാർട്ടിയല്ലേ പറയുന്നത്. അത് ബാക്കി ഓഫീസിലെത്തിക്കാം. ഫീസ് എത്രയായാലും സാരമില്ല. ഇതിന്റെ ഒരു കൊമ്പ് പോലും അവര് മുറിക്കാൻ പാടില്ല. ഇങ്ങനെ ജില്ലെന്ന് നിൽക്കുന്ന കക്ഷികളെ എനിക്കും ഇഷ്ടം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ. അതെ, നമുക്ക് കുറച്ച് പൈസ ടോമിച്ചായനോട് ചോദിച്ചാലോ? നീ എന്തേ പറയുന്നത്? ഭയങ്കര നാണക്കേട്. ഓക്കെ. പിന്നെ ഈവനിങ് ഷിഫ്റ്റില് ഞാനിപ്പോൾ തിരിച്ചു വിളിക്കാവേ. ഒരു സെക്കൻഡ്. ബൈ. സഖാവേ, ഇവിടെയാണോ വീട്? 2 ആഴ്ച ആയിട്ടുമ്പോൾ ചർച്ചയ്ക്കൊന്നും വിളിക്കില്ല കേട്ടോ. വിളിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കണ്ടേ? ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഓഹോ, എന്താ ഇവിടെ? ഇവിടെ ഒരു ഇഷ്യൂ തീർക്കാനുണ്ട്. ഇവിടെ
ഇതാണ് ഇപ്പം സാധനം. ഇതിനിപ്പോ എത്ര കൊല്ലത്ത് മുപ്പുണ്ടാവും? അതാണ് ഇപ്പൊ പ്രശ്നം. അതല്ല, അവനെന്താ അവിടെ പോയി സംസാരിക്കും. അല്ല എന്താ പ്രശ്നം? നിങ്ങൾ കോളനിക്കാർ വിചാരിച്ചിട്ട് നടന്നില്ലല്ലോ. ഞങ്ങളും ശ്രമിച്ചോട്ടെ, ഇത് മുറിക്കാൻ പറ്റുമെന്ന്. ഞാനേറ്റ് അവൻ മൊടാണിക്ക് നീ മൈൻഡ് ചെയ്യണ്ട. എന്റെ സ്വഭാവം അറിയില്ല. ചക്കയുണ്ടല്ലോ. ആ രാഹുൽ, ഞാൻ താമസിക്കുന്ന വില്ലിലേക്ക് എത്രയും പെട്ടെന്ന് ഒരു യൂണിറ്റ് അയക്കണം. എന്നിട്ട് ന്യൂസും അപ്പ് ചെയ്തു. യുവ ആർജയുടെ വീട് CKM വളയുന്നു. CKM ജില്ലാ കമ്മിറ്റിന്ന് സെക്രട്ടറിയാണ് രമേശൻ. കേട്ടുണ്ടാവും. തനിക്കെന്താ കാര്യം? ആ മുറ്റത്തിക്കനെ പ്ലാവ് ഒന്ന് മുറിക്കണം. പറ്റിയെങ്കിൽ ഇന്ന് തന്നെ ആയിക്കോട്ടെ. പാർട്ടിയോട് കളിക്കണ സൂക്ഷിച്ചു വേണം. പാർട്ടിയല്ല, പട്ടാളം വേണമെങ്കിൽ വന്നോട്ടെ, ഞങ്ങൾ ആ മരം മുറിക്കുന്നില്ല. ഇത് പാർട്ടി ഏറ്റെടുത്തു കഴിഞ്ഞ പ്രശ്നം. ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കണ്ട. സുഹൃത്തെ, മര്യാദന്റെ ഭാഷയിൽ എന്നോട് ഇത്ര നേരം ഞാൻ സംസാരിച്ചേ. താൻ മറ്റേ ഭാഷയിൽ പറഞ്ഞു നോക്കി. ജെറി, പോലീസിനെ വിളിക്കും. കൊച്ചിയിൽ യുവ ആർജയുടെ വീട് CKM വളയുന്നു. സഖാവേ, ഇപ്പൊ ഞങ്ങൾ പോണ്. കൊറേ വെട്ടിമുറിച്ച് പാരമ്പര്യമുള്ള പാർട്ടിക്ക് ഈ പ്ലാവ് ഞങ്ങൾക്ക് ഒരു വിഷയമല്ല. പാടോ അല്ല. പിന്നെ ഈ പ്ലാവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾക്ക് പറയാനുള്ളത്? വാർത്തകൾക്കൊക്കെ നല്ല ദാരിദ്ര്യ അല്ല മാഡം. അവര് വരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി സമൂഹം അംഗീകരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ സ്വകാര്യ ജീവിതം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, അതും കേവലം ഒരു പ്ലാവിന്റെ പേരിൽ. ഇത് ശരിയാണോ? പ്ലാവോ? ഏത് പ്ലാവ്? ഇത് പ്ലാവാ? ഞാൻ അതിപ്പോഴാ കാണുന്നേ. പ്ലാവിന്റെ കാര്യം സംസാരിക്കാനല്ല ഞാൻ വന്ന്. ഈ 2 വില്ലകൾ നിൽക്കുന്ന പുറമ്പോക്ക് ഭൂമിയില്ല. അതിന്റെ കാര്യം സംസാരിക്കാനാ ഞാൻ ഇവിടെ വന്ന്. കയ്യേറ്റ ഭൂമിയോ? സഖാക്കളെ, ഭൂമാഫിയയുടെ ഇരകളാണ് ഈ 2 ആർജകളും. ഇവനെന്തായി പറയണ? ഇതിനു വേണ്ടിയുള്ള എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ട്. എന്റെ അടുത്താ എല്ലാ തെളിവും ഈ പെൺഡ്രൈവിന്റെ അകത്തുണ്ട്. എത്രയും പെട്ടെന്ന് ഞാൻ അത് കോടതിയിൽ ഹാജരാക്കും. സത്യം ന്യൂസ് പുറത്തുവിടുന്നു. നഗരത്തിൽ വീണ്ടും ഭൂമാഫിയുടെ കയ്യേറ്റം. CKM കയ്യേറ്റ വിരുദ്ധ സമരത്തിലേക്ക്. നമ്മള് തിരിച്ചു പോവുകയാണോ? എടോ, പ്രത്യയശാസ്ത്രപരമായ പിന്മാറ്റം ചില യുദ്ധത്തിന് അനിവാര്യമാണ്. എത്ര അനുഭവം ഇവന്, എന്നാലും ചോദിക്കില്ല. എന്താണ് നീ രാഷ്ട്രീയക്കാരെ വിളിച്ചോണ്ട് വന്നത്? കണ്ടില്ലേ? വേറെ ആരോട് വിളിച്ചോണ്ട് പോടാ. ആരെങ്കിലും അല്ലടാ, ഞാനാണ് ഇറങ്ങാൻ പോകുന്നത്. പന്നെ ഇവിടെ നിക്കണ്ട, പോയി എടുക്ക. എക്സ്റേ ഓക്കെയാണ്. ECG, സ്കാനിങ്, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം നോർമലാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. എന്താണ് ഡോക്ടർ കുഴപ്പം? ഇത്രയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? ബില്ല് സെറ്റിൽ ചെയ്തല്ലോ അല്ലേ? എന്തായാലും ഇന്ന് തന്നെ വീട്ടിൽ പോവാം. അയ്യോ, അത് പറ്റില്ല. ഒരു ദിവസം കൂടി കിടക്കണം. ഇത് ക്രിമിനൽ കേസാ. എന്നാലേ കേസിന് ബലം കിട്ടൂ. വേണം. എന്തായാലും ഇനി ഇത് വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അയാൾക്ക് ഞാൻ 3 കൊല്ലം വാങ്ങിക്കൊടുക്കും. വെറുതെ നിന്ന ആളിനെ അവര് അറിയാം. പിന്നെ സ്റ്റേഷനിൽ കുറച്ച് കാശ് ഇറക്കേണ്ടി വരും. റൈറ്റർ നമ്മുടെ ആളാ. തൽക്കാലം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് ഇങ്ങ് തന്നാ മതി. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ.
ഒക്കെ ഞങ്ങൾ അറിഞ്ഞു. നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. ചർച്ച കമ്മിറ്റി കൂടി ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആ പ്ലാവിന് ഞങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോവാ. അല്ല, ഇത് നിങ്ങളിടപെടേണ്ട കാര്യമില്ല, ഞങ്ങൾ തന്നെ പരിഹരിച്ചോളാം. ജെറി ഒന്നും പറയണ്ട. ഈ സമയത്ത് നമുക്കൊരു ഹെൽപ്പ് അത്യാവശ്യം. അവര് പാർട്ടിക്കാരെയും കൊണ്ടല്ലേ വന്നേ. അവർക്ക് പാർട്ടിയെങ്കിൽ നമുക്ക് പള്ളി. നഗരത്തിൽ ഭൂമാഫിയ വീണ്ടും പിടിമുറുക്കുന്നു. PMP നഗറിലെ പ്രമുഖ ബിൽഡേഴ്സിന്റെ വില്ലകളിൽ ചിലത് കയ്യേറ്റ ഭൂമിയിലെന്ന ഗുരുതര ആരോപണവുമായി CKM എറണാകുളം ജില്ലാ കമ്മിറ്റി. ഇന്ന് പട്ടാപ്പകൽ യുവ RJ-മാർ വില്ലയിൽ വെച്ച് ഏറ്റുമുട്ടിയത് കയ്യേറ്റ ഭൂമിയിൽ പണിത വില്ലയുടെ അവകാശത്തെ ചൊല്ലിയെന്ന് CKM. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി സ്വന്തം വീട് അവതാളത്തിലായപ്പോൾ സമാധാനമായല്ലോ, അനുഭവിച്ചു. അൻവർ, അനധികൃത ഭൂമി കയ്യേറ്റം തടയുക. 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 ഭൂമാഫിയ നീതി പാലിക്കുക. ഭൂമാഫിയ നീതി പാലിക്കുക. മുഖ്യമന്ത്രി രാജിവെക്കുക. എന്താ പ്രശ്നം? എന്താടാ ഇത്? ആ ചാനലാരി പെണ്ണ് വന്ന് ചോദിച്ചപ്പോ ഞാൻ പേടിച്ചിട്ട് ഭൂമാഫിയന്റെ കാര്യം പറഞ്ഞു. ഇനി കുറച്ചു ദിവസം അതിൽ തൂങ്ങി നിൽക്കണം, ഇല്ലെങ്കിൽ പാർട്ടിക്ക് ക്ഷീണായി. ഇപ്പാവുമ്പോ അത്രയും പെട്ടെന്ന് നിൽക്കാം. രമേശ് ഉണ്ടെങ്കിൽ എന്തിനെ പേടിക്കണേ? എന്നാണ് ആവുമ്പോൾ ചെയ്യിക്കുന്നത്? അവനാ മാധവ്, ഒരു മിനിറ്റ്. കോളനിയെ മുഴുവൻ നിങ്ങൾ പ്രശ്നത്തിലേക്ക് വലിച്ചിട്ടല്ലോ അല്ലേ? ഡോക്യുമെന്റ്സുമായിട്ട് ഇനി വില്ലേജ് ഓഫീസ് കയറി ഇറങ്ങണം. കയ്യേറ്റമല്ലെന്ന് പ്രൂവ് ചെയ്യാൻ വേണം. ഇതൊക്കെ ഞങ്ങളോട് എന്തിനാ പറയണേ? ഇതൊന്ന് മുറിക്കാൻ നോക്കാം അങ്ങനെയാണെങ്കിൽ. ഇനി ഇത് പള്ളി കമ്മിറ്റി നോക്കിക്കോളൂ. കുറച്ചു ദിവസം ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കൊമ്പ് പോയിട്ട് ഇല പോലും ആരും തൊടില്ല. This is Thomas Philip. നിങ്ങൾ എന്റെ ഫേമിന്റെ റെപ്യൂട്ടേഷൻ സ്പോയിൽ ചെയ്തു. ഐ എം ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഫയൽ ലോ സൂട്ട്സ് അഗൈൻസ്റ്റ് യു. നിങ്ങൾ സൂട്ടോ കോട്ടോ എന്ത് വേണമെങ്കിലും ഫയൽ ചെയ്തു. എനിക്കൊരു ചുക്കൂല്ല. സാറേ, 3 മാസത്തെ EMI പെൻഡിംഗ് ആണ്. ഇനിയൊരു അവധി പറയരുത്, ബോറാവും. നമുക്കേ ടോമിച്ചായനോടൊന്ന് പറഞ്ഞു നോക്കിയാലോ? അത് വേണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലേ. എന്നാ ജയമോഹൻ സാറിനെ തന്നെ വിളിച്ചിട്ട് ഒരു റീ എൻട്രി. അറിയാലോ, ബാങ്കിൽ നിന്ന് ഇപ്പൊ തന്നെ കുറെ പ്രാവശ്യം വിളിച്ചു. ശമ്പളം കുറച്ച് കുറവാണെങ്കിലും സാരമില്ല, തൽക്കാലം മനുഷ്യ കുറച്ച് സ്വസ്ഥായിരിക്കട്ടെ. അല്ല, എനിക്കറിയാം. ഞാൻ എന്താ ചെയ്യാ പറയൂ. ഇറ്റ്സ് ഓക്കേ.
ഇത് മാധവ് അങ്കിൾ, ഇത് ജെറി അങ്കിൾ. മാസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് മിടുക്കിയായിട്ട് വീട്ടിലേക്ക് പോവാ. പോകുന്നതിന് മുമ്പ് ഒരേ ഒരു ഡിമാൻഡേ പറഞ്ഞുള്ളൂ, നിങ്ങളെ രണ്ടുപേരും കാണണം. അല്ലേ മോളെ? അപ്പോഴേ ഞങ്ങളങ്ങ് തീരുമാനിച്ചു, ഈ കുഞ്ഞിന്റെ തിരിച്ചുവരവ് നമ്മുടെ ശ്രോതാക്കളോട് നിങ്ങൾ തന്നെ അറിയിക്കണമെന്ന്. നിങ്ങളല്ലേ ഈ മോൾക്ക് ലൈഫ് കൊടുത്തത്. നാളത്തെ ഹലോ നമസ്തേ ഇന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. വെൽക്കം ടു ഹലോ എഫ്എം. ഇത് ഹലോ നമസ്തേ ടൈം. ഇന്നത്തെ പ്രസന്റേഴ്സ് ജെയും അബു അല്ല, രണ്ട് സെൻസേഷണൽ ആർജേസ് ആണ്. അത് ശരിയാണ്, ജയ്യും അബും അല്ലാതെ വേറെ ആരായിരിക്കും എന്നായിരിക്കും നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നല്ലേ? അബു പറഞ്ഞ സത്യമാണ്. ഞങ്ങൾ ആ സസ്പെൻസ് പൊളിക്കാൻ പോവുകയാണ്. ഹലോ എഫ്എമ്മിന്റെ സ്റ്റാർ ആർജേസ് ആയിരുന്ന ജെറി ആൻഡ് മാധവ്. യെസ്. നീയൊക്കെ നിന്റെ ഈഗോ കെട്ടിപ്പിടിച്ചിരിക്കും. ഈ കുഞ്ഞു പറഞ്ഞാൽ നിന്നൊക്കെ വിളിച്ചു വരുത്തേ. വിവരമില്ലെന്ന് ആദ്യമേ അറിയായിരുന്നു, ഇപ്പൊ മനസ്സിലായി. മനസാക്ഷിയില്ല. പറഞ്ഞോ മോനെ. പക്ഷേ നിങ്ങൾ പറഞ്ഞ എമൗണ്ടിന് തന്നെ തരാം. നാളെ തന്നെ നമുക്ക് എഗ്രിമെന്റ് വെക്കാം. എന്റെ കൊച്ചനെ, എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത സെറ്റപ്പാ. പക്ഷെ കൊച്ചനൊരു കാര്യം പറയുമ്പം ഞാനൊരു 5 രൂപ അങ്ങ് കുറയ്ക്കും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ആലീസ് കാലത്തെ 8 മണിക്കുള്ള ഫ്ലൈറ്റിൽ ഇങ്ങനെ ലാൻഡ് ചെയ്യും. ആര്? ആലീസ്, എന്റെ ഭാര്യ. അവളെയും പിക്കപ്പ് ചെയ്ത് വരുമ്പം ഒരു 9:30-10 മണി. അന്നേരം തന്നെ അഡ്വാൻസ് തന്ന് കരാർ എഴുതാം.
അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ തന്നെ. എനിക്കെന്തോ ഇവിടെ വിട്ടു പോവാൻ. ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് മനസ്സമാധാനം. നമുക്കിവിടെ ദൂരെ എവിടെയെങ്കിലും പോവാം, സെറ്റിലാവാം. ആ ശരി. നാളെ രാവിലെ തന്നെ ആള് വരും പ്ലാവ് മുറിക്കാൻ. എല്ലാം അങ്ങ് തീരട്ടെ അല്ലേ? പള്ളി തുറക്കേട്ടാ. ആ ഇതെന്നാന്ന് തോന്നടേ. ഇവിടെ ഈ കയറൊക്കെ ഇങ്ങനെയാണെന്നുള്ളത് ഒതുക്കി കെട്ടി വെച്ചുകൂടാ ഇവിടെ. എന്നാ പിടി. ഡെയിലി ഇങ്ങനെ പണിയെടുത്ത് ഞാനിപ്പോ ബംഗാളിയാണോ മലയാളിയാണോ എന്നൊരു സംശയം. ബംഗാളിക്ക് എന്തായാലും ആശാന്റെ കളർ കിട്ടത്തില്ല സാറേ. സൂക്ഷിച്ചില്ല, അല്ല ഇന്ന് അടുത്ത കാലൊടിയും. ആറേ ആറേ, ഇവിടെ ആരും ഇല്ലേ? ഇതൊന്ന് പിടിയടാ. നീ അങ്ങോട്ട് നോക്കിക്കാതെ ഇങ്ങോട്ട് നോക്കടാ. നീ മേലോട്ട് കയറ്. ആ ഇനി കുന്തം പിടിച്ചാൽ ഇവിടെ നിൽക്ക്, പടയാളി നിൽക്കുന്ന പോലെ. ഇതിവിടെ വെച്ചിട്ട് ബാക്കി സാധനം പഠിച്ചിട്ട് വരാം. ഒരു കാര്യവും ചെയ്യത്തില്ല. സാധനങ്ങൾ എടുത്തോളൂ. ചക്ക കൊല കുത്തിക്കണം, മുറിക്കാൻ തോന്നുന്നു. ഉള്ളവനങ്ങ് മല മറിച്ച് കായ്ച്ചു കൊടുക്കും. നമുക്കാണെങ്കിലോ സാറൊന്നും വിചാരിക്കല്ലേ. ഞാൻ ഇങ്ങോട്ട് വരാൻ ഇറങ്ങിയപ്പോഴാണ് ഒരു കോള് വന്നത്. അമ്മൂമ്മയ്ക്ക് സുഖമില്ലെന്നും പറഞ്ഞു. അല്ല അമ്മൂമ്മയ്ക്ക് സുഖമില്ലെന്നും പറഞ്ഞു. ഉറങ്ങുന്ന പോലെ ഇടക്കോ ഏതാണ്ട് അസുഖമാണെന്ന് പറഞ്ഞ് പെണ്ണുമ്പിള്ള ഭയങ്കര കരച്ചിൽ. ഞാൻ പിന്നെ അവിടെ ചെന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഇത് അസുഖമൊന്നുമല്ല, മരിച്ചു പോയതാന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ മാവ് വെട്ട് നിങ്ങൾ വാചോടിച്ചോടിക്കാതെ പെട്ടെന്ന് കയറി മുറിക്കാൻ നോക്ക്. ഞങ്ങൾ ഇവിടെ സാറേ നിൽക്കുന്നത്. ഇങ്ങോട്ട് പറഞ്ഞ പോലെ ഒരൊറ്റ കൊമ്പോല വീഴത്തില്ല. ഒരു പ്ലാവില പോലെ അപ്പുറത്ത് വീഴരുത്. ദൈവമേ, ഒരു ചെറിയ പ്രാർത്ഥന. ആചാരം വന്നേ, ഒരു വീടിനെയാണ് ഞാൻ നശിപ്പിക്കുന്നത്. ഈ അണ്ണാനെ കിളികള് ഓന്തിന്റെ ഒക്കെ ശാപം കിട്ടിക്കഴിഞ്ഞാല് ഭയങ്കര ശാപമോ. അപ്പൊ ഞാൻ മുറിച്ചോട്ടെ? വേണ്ട, മരം വെട്ടണ്ട. ഇതിപ്പോ ആരുടെ പ്ലാവ്? നിങ്ങളതങ്ങ് മുറിക്കും. മരം മുറിക്കണ്ട, ഞങ്ങൾ ഇവിടെ വിട്ട് പോകും. ഇതാണ് ഓണർ. ഈ കൊച്ചിനെ കണ്ട നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലെ ശോശാമ്മയുടെ ഇളയ മോനെ പോലെ ഉണ്ടല്ലയോ? എന്തുവാ അവന്റെ പേര്? നീ ഇവിടെ ചുമ്മാത്തോട്ടിരുന്ന് സംസാരിക്കും. വേണ്ട സാർ, ഇവിടെ മതി. എന്നാ പിന്നെ അഡ്വാൻസ് അങ്ങ് കൊടുത്താട്ടെ. നല്ല പൊലിക്കുന്ന കയ്യാ. അയ്യോ ചേച്ചി, അയ്യോടി, എത്ര നാളായി കണ്ടിട്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ടടി. പിന്നെ പറയാം, അഡ്വാൻസ് കൊടുക്കട്ടെ. മോളെ കിഴക്കോട്ട് തിരിഞ്ഞില്ലേ മോളെ? ഓ, ഇതിന് കിഴക്കും മുടക്കും ഒന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. ദേ ഇങ്ങോട്ട് നീങ്ങി എന്നാട്ടെ, ഇങ്ങോട്ട് നീങ്ങി എന്നാട്ടെ മോളെ. ഇവിടെ നിൽക്ക്. ഈശോ, ഈ കൊച്ചാണ്ട കരയുന്നു. വാങ്ങിക്ക്. പിന്നെ ഞാൻ കൊടുത്തിട്ട് വേണ്ടേ മേടിക്കാൻ? കരഞ്ഞോണ്ടാണോ കാശ് വാങ്ങിക്കുന്നേ? ഇതിപ്പോ ഗതികെട്ടുള്ള വിൽപ്പനയല്ലയോ? അതാ കണ്ണു നിറഞ്ഞത്. എനിക്കറിയാം, ഇത് നേരെ ചൊവ്വയുള്ള ഇടപാടല്ല, ഇല്ലയോ? എന്റെ കർത്താവേ, 10-30 കൊല്ലം താങ്ങും തണലുമായിട്ട് നിന്ന് ഈ മിണ്ടാപ്രാണിയെ വെട്ടാൻ പോന്നോ? എന്റെ പൊന്നുമക്കളെ, ഇതൊക്കെ കണ്ട ചേട്ടത്തിക്ക് വിഷമ. അതുകൊണ്ടാ. മരമായാലും ശരി, വീട്ടിൽ വളർത്തുന്ന പട്ടിയും പൂച്ച ആയാലും ശരി, എനിക്ക് സ്വന്തം മക്കളെ പോലെയാ. നമുക്ക് 3 മക്കൾ വേറെ ഇല്ലേ? ഇത് വീട്, എന്നിട്ട് അതങ്ങോട്ട് കൊടുക്കും. ഓ, ഇതാകെ മൊത്തം ശകനപ്പഴയാ. ഇവിടെ വെട്ടല്, അവിടെ കരച്ചില്. ശരിയാവും തോന്നുന്നില്ല. ഈ മരക്കൊമ്പ് ചാഞ്ഞ കാരണമാണ് നമുക്ക് ഈ വില്ല കിട്ടിയത്.
വഴക്കും ബഹളും ഒക്കെ ആയി. വിളിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലായിരുന്നു? ഓ അതാന്നോ? ഓ ഇനിയിപ്പോ അതും പറഞ്ഞോണ്ട് ചൈൻ ചെയ്യില്ലേ. എടാ കൊച്ചനെ, ഈ 1.5 ചാൻ മരക്കൊമ്പേല ഈ 2 വീട്ടുകാരുടെ അഭിമാനം കൂടി കൊള്ളുന്നു. ഇനിയിപ്പൊ ചുമ്മാ തരാമെന്ന് പറഞ്ഞാലും ഈ വീട് എനിക്ക് വേണ്ട. താമസിക്കുന്നവരുടെ മനസ്സാ വീടിനെ കെട്ടതും നല്ലതുമാക്കുന്നത്. എന്റെ പൊന്നു ചേച്ചി, ഈ എസ് എന്ന് പറഞ്ഞു തീർത്താൻ ഈ മരം വെട്ടി ചായ്ക്കാൻ. അയ്യോ, പണ്ടവർ ഒറ്റ വീട്ടിലായിരുന്നു താമസം. അന്ന് അവിടെ ചെടിയും മരവും ഒന്നും ഉണ്ടായിരുന്നില്ല. കാണും, അതേ നിലയും വീണിട്ടുണ്ടാവും. അതും ഒറ്റ വീട്. ഇവിടെ ഇപ്പൊ ഇടയ്ക്കൊരു മതില് വന്നു, അതിരും വന്നു. എടോ, താൻ ക്രിസ്ത്യാനിയാണോ? ചേച്ചി ഇതുവരെ ആയിരുന്നു, ഇനി അങ്ങോട്ട് എന്ത് വന്ന് എനിക്കറിയില്ല. വിശുദ്ധ വാക്യത്തിൽ എന്തുവാടോ പറയുന്നേ? എനിക്കറിയത്തില്ല. ചേച്ചി പറഞ്ഞു തരുന്നോ അതോ ഞാൻ വീട്ടിൽ പോയി ബൈബിൾ എടുത്തോണ്ട് വരണോ? വേണ്ട, ഞാൻ പറഞ്ഞു തരാം. നിലത്തിൽ പണിയുന്ന മതിലിനൊപ്പം നീ മനസ്സേലും മതിൽ കെട്ടുന്നു. അതോടെ നിന്റെ സഹോദരനായിരുന്നവൻ നിന്റെ അയൽക്കാരനായി മാറുന്നു. അന്ന് നീ അവന് വേണ്ടി ചാകാൻ നടക്കുന്നു, ഇന്ന് അവനെ കൊല്ലാൻ നടക്കുന്നു. എന്തായാലും ഈ വീട് ഞാൻ വാങ്ങിക്കുന്നില്ല. അത് പിന്നെ ചേച്ചി ഇപ്പൊ പറഞ്ഞ വിശുദ്ധവാക്യം എത്രന്നാ പറഞ്ഞ? അത് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു. വിശുദ്ധവാക്യം എന്നൊക്കെ പറഞ്ഞാലേ നീയൊക്കെ ഒന്ന് ശ്രദ്ധിക്കത്തുള്ളൂ. എടി അതെ, നമുക്ക് പിന്നെ കാണാം. കാണുന്നു. ഇങ്ങോട്ട് വരാൻ വീട് വാങ്ങിക്കാൻ നടക്കുന്നു. സത്യത്തിൽ കഥ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ലയോ? നീ മേളി സിനിമ ആണോ വരുന്നടാ? ഞാൻ ഇവിടെ കിടന്ന് ഒരു ഇത് വെട്ടണോ വേണ്ട എന്ന് പറഞ്ഞു. സാറേ, ഞങ്ങൾ നിൽക്കണോ പോണോ? അതിനും മുഖത്ത് നോക്കുവാണോ? ഒന്നും പറഞ്ഞ് രണ്ടാമത്തേനും മുഖത്ത് നോക്കുന്നു. ഇപ്പൊ ചിരിക്കുന്നു. എന്താ ഇത്? മരപ്പുറത്ത് നടക്കും തോന്നില്ല, മതിലുകൊളുപ്പ് നടക്കും. ഇവിടെ കുറെ ഉണ്ടല്ലോ. കൊട്ടേഷൻ പിടിക്കാം, പാ പോയേക്കാം. ഇനി എന്റെ ഒരു വിശുദ്ധവാക്യം ഞാൻ പറയാം. അസഹിഷ്ണുതയുടെ ഈ കാലത്ത് മനുഷ്യർക്കിടയിൽ, അത് വീടുകളായാലും ശരി രാജ്യങ്ങളായാലും ശരി, മതിലുകളല്ല പാലങ്ങളാണ് പണിയേണ്ടത്. അല്പം സാഹിത്യം ചേർത്ത് പറഞ്ഞാൽ മനസ്സുകൾ തമ്മിലുള്ള പാലങ്ങൾ. അല്ല, ഞാനിതൊക്കെ പറഞ്ഞെന്നേ ഉള്ളൂ. ഇന്നത്തെ പറയാൻ പാടില്ല, എന്നാലും പറയാം.
കൃത്യം അവിടെ തന്നെ കൊണ്ട് പ്ലാവ് നട്ടവൻ. അവനെന്നല്ല, അവന്റെ പരമ്പര പോലും ഗുണം പിടിക്കില്ല.